ഹായ്, നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ അമ്മേ? എന്താണ് എല്ലാരും ഒരുമാതിരി ഇരിക്കുന്നത്? മോളെ, ഒരിക്കലും ഈ അമ്മയുടെ ജീവിതവും സ്വപ്നവും കൈമോശം വന്നിടത്തേക്കാണ് ഈ യാത്ര. അതിരാണിക്കാട്ടേക്കുള്ള ട്രാൻസ്ഫർ ഒഴിവാക്കാൻ സുരേട്ട ശ്രമിച്ചപ്പോ അങ്ങോട്ട് തന്നെ പോണോന്ന് എന്തു വാശിയായിരുന്നു അമ്മയ്ക്ക്. അമ്മ അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെ ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട് മോളെ. നിനക്കൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നിന്റെ ചേട്ടനറിയാം. പവിഴവുമായി വരും പനങ്കിളികളെ ഇതാ, പൂന്തേനും മനം നിറയെ മധുരങ്ങളും, പുഴയുടെ അരികിൽ പുലരികൾ തഴുകിയ കുളിർത്തൂമഞ്ഞിൻ പൊൻകൂടും. പവിഴവുമായി വരും പനങ്കിളികളെ ഇതാ, പൂന്തേനും മനം നിറയെ മധുരങ്ങളും. കരിയാടുന്ന കണ്ണിൽ മുഖതയാർന്ന രൂപം, കാകളികൾ ഇഴപാകുന്ന നെഞ്ചിൽ പോയ ദിനങ്ങൾ മാത്രം, പതിരുകൾ പൊഴിയും പഴയൊരു വഴിയേ പായും നിഴലുകളെ, പവിഴവുമായി വരും പനങ്കിളികളെ ഇതാ, പൂന്തേനും മനം നിറയെ മധുരങ്ങളും, പുഴയുടെ അരികിൽ പുലരികൾ തഴുകിയ കുളിർത്തൂമഞ്ഞിൻ പൊൻകൂടും. മുറിപ്പാടുള്ള മൈനേ പൂക്കളുറങ്ങും നേരം, ആരുടെ കാലടി കാതോർത്തു വീണ്ടും ആ വഴി നീ വരുന്നു, മിഴിയുടെ പിറകെ മനസ്സിനു കുറുകെ പാറും ചെറുകിളിയേ, പവിഴവുമായി വരും പനങ്കിളികളെ ഇതാ, പൂന്തേനും മനം നിറയെ മധുരങ്ങളും, പുഴയുടെ അരികിൽ പുലരികൾ തഴുകിയ കുളിർത്തൂമഞ്ഞിൻ പൊൻകൂടും. പവിഴവുമായി വരും പനങ്കിളികളെ ഇതാ,
പൂന്തേനും മനം നിറയെ മധുരങ്ങളും. മോനെ, അമ്മ തോറ്റെടുത്ത് മോൻ ജയിക്കണം. ഇന്ന് നിനക്ക് അധികാരമുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. അത് മതി. എന്റെ മക്കളല്ലാതെ എനിക്ക് മറ്റാരുമില്ല. മറ്റാരും. നിന്നിലൂടെ വേണം ഈ അമ്മയ്ക്ക് ജയിക്കാൻ. പെട്ടെന്ന് വാ. ഹലോ, അനന്തപത്മനാഭയ്യർ ഹിയർ. SP എന്താ ഉള്ളത്? SP എന്താ ഉള്ളതെന്നോ? ആ, എടോ, ഇപ്പോഴത്തെ SP അബ്രഹാം മാത്യു സാറാ. പാലക്കാട് വിളിച്ചാ കിട്ടും. കിഡ്സൺ ഹോട്ടലല്ലേ? സ്പെഷ്യൽ ബിരിയാണി റെഡിയാണോ എന്നറിയാൻ വിളിച്ചതാ. എടോ, ലാത്തി ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ. ഒരു പ്ലേറ്റ് എടുക്കട്ടെ? നോൺസെൻസ്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാ. ഓ, ഇവന്റെ ഒരു. എടോ കുഞ്ഞിരാമ, ഇതെന്താ പോലീസ് സ്റ്റേഷനോ അതോ സർക്കാർ ആശുപത്രിയോ? പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുക്കുന്ന ദിവസമായിട്ട് സെക്ഷനിൽ ആളില്ലാണ്ട്. അതല്ല സ്വാമി, ഞാൻ നേരത്തെ വന്നത്. വരുന്ന ആളെ പടമുള്ള ജാതിയാ. ഇടുക്കി ജില്ല അടിച്ചു പൊളിച്ചിട്ടാ വരവ്. അതിന് ഞാൻ എന്തിനോടോ പേടിക്കുന്നത്? താനും ഈ നാട്ടിലെ ക്രിമിനൽസും പേടിച്ചാ പോരെ? സ്വാമി, ഒരുതരം മാനഭംഗപ്പെടുത്തുന്ന വർത്തമാനം പറയരുത്. സ്വാമിന്റെ നേരത്തെ മുങ്ങലും ചിന്ന വീട് ഇടപാടും ഇതോടുകൂടി തീരും. ഇച്ചാനുണ്ടോ അച്ചു? ചെറിയാച്ച മൂലം ഒഴിവാ, മൂപ്പര് കേസിന് പോയതാവും. ആ, പണ്ടാരടങ്ങിയ ഒരു കേസ്. അയാളെ കുഴിയിലേക്ക് എടുക്കുമ്പോഴേ തീരുള്ളോ? പുതിയ ഇൻസ്പെക്ടർ നാടും കാടും വിറപ്പിക്കുന്ന ഒരു ചുണക്കുട്ടിയാണെന്ന് കേട്ടു. ചെറിയാച്ചൻ പഴയ ഒരു പോലീസുകാരനാണല്ലോ. ഇച്ചാൻ മുഖാന്തരം ഒന്ന് പരിചയപ്പെട്ടിരുന്ന ആ ഇൻസ്പെക്ടർ നേരത്തെ ഒന്ന് കയ്യിലെടുക്കാമെന്ന് കരുതി. ആ, നിങ്ങൾ കയറ. അനന്തപത്മനാഭയ്യർ, റൈറ്റർ. ലത്തീഫ്, സമദ്, രാജു, മോഹൻ, സലീം. പുറത്ത് കേൾക്കുന്നത്ര കുഴപ്പമുള്ള ഏരിയ ഒന്നും അല്ല സർ. കാളിയന്റെയും കുട്ടിയുടെ ഫോട്ടോ ഒന്നും ഇതിലില്ലേ? ഇല്ല സർ. പ്രജാവത്സലായ കാളിയനാണോ നിങ്ങളൊക്കെ പോറ്റുന്നത്? സോറി സർ, ഉത്തരവാദപ്പെട്ട പലരുമാണ് അയാളെ പോറ്റുന്നത്. കാളിദാസൻ എന്നാ പഴയ പേര്. ഇപ്പൊ ഭദ്രകാളിയനാ. അയാളെ ഒറ്റയ്ക്ക് നേരിട്ട് ഐസക് സാറിന്റെ തൊപ്പി അടിച്ചു തെറിപ്പിച്ചവനാ കാളിയൻ. നാണക്കേട് കൊണ്ടാ പാവം ഐസക് സാർ രാജിവെച്ച് പോയത്. കാളിയമർദ്ദനം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാറ്റിന്റെ കൈകളിലൊരപ്പൂപ്പൻ താടി എങ്ങോട്ട് കയറി വെട്ടും. കണ്ട, സകല പഴുത് ഞാൻ അടച്ചു. ആദ്യമൊക്കെ തോറ്റാലും അവസാനം ചെറിയാച്ചൻ തന്നെ ജയിക്കും. ആ, അമ്മാനമാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ പൊങ്ങിയും മുങ്ങിയും നിലവിട്ടു പിടിവിട്ടു താഴേക്കു പോകിലും 150 മില്ലി അടിക്കാനുള്ള വക ആലോചിച്ചപ്പോ മനസ്സിൽ തെളിഞ്ഞ മുഖം കുടുകുടുപ്പനെ വന്ന് നിൽക്കുന്നു. ഇതാണ് മാഷെ പൊരുത്തം. ചെറിയ ചമ്മാവൂ, ശമ്പളം മേടിച്ചിട്ട് 10-20 ദിവസം ആയേ. എന്നാലും വിനയ മാഷെ കാണും. അന്യനാട്ടുകാരനെ ഞാനിവിടെ പെടാപ്പാട് വെട്ടിട്ട് വേണം അവിടെ കഴിയാൻ. പിന്നെ എനിക്ക് 150 വാങ്ങിച്ചാന്ന് വിചാരിച്ചു വിനയ മാഷക്ക് മുടിഞ്ഞു പോകുന്നില്ല. ഇല്ലാഞ്ഞിട്ടല്ലേ മാഷെ. എന്നിട്ടിന്ന് കേസിന് പോയത് ഞാൻ അറിഞ്ഞല്ലോ. അയ്യോ, അതാ
ദേവുവിന്റെ കുണ്ടിക പൊട്ടിച്ച് കിട്ടിയ കാശുകൊണ്ടാ. പിന്നെ എന്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിച്ചോട്ടെ. വിനയമാഷ്ട മാത്രമല്ല എല്ലാവരുടെ കടവും ഞാൻ വീട്ടുന്നുണ്ട്. ആ ശരി, കയറിയട്ടെ. പിന്നെ കവിത ചൊല്ലി കേൾപ്പിക്കണം. ഞാൻ ഏറ്റന്ന് വണ്ടി വിട്ടോ. അമാനവാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ പൊങ്ങിയും മുങ്ങിയും നിലവിട്ടു പിടിവിട്ട് താഴേക്ക് പോകിലും ഉള്ളിന്റെ ഉള്ളിലൊരു ദുഃഖസാഗരം തിരയടങ്ങിടാതെ ചീറിയടിക്കിലും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ ഒരു തത്ത നിശ്വാസം ഉതിരാതെ ഒരു നാളും ഒഴിയാതെ പുഞ്ചിരിക്കൊള്ളുന്ന ഒരപ്പൂപ്പൻ താടി ഒരുപാട് സമയമായി. ചെറിയച്ചമ്മ വന്നട്ടെ. മാഷ് പോയിക്കോ. ഒരമ്പ തുടങ്ങി വന്നേ. ഇന്ന് ഇച്ചിരി കൂടുതല, ഞാൻ കൊണ്ടുപോയി വിടാം. വന്നേ. മാഷ് പട്ട വാങ്ങിച്ചെന്ന് എന്റെ ദുഃഖമെത്തി. പകരം ഞാൻ കവിത ചൊല്ലി കേൾപ്പിച്ച് മാഷ ലഹരിപ്പെടുത്തി. നമ്മുടെ കരാർ ഇവിടെ തീർന്നു. ആ പിന്നെ കാശ് അത് ചെറിയാച്ചന്റെ കൈ വരുമ്പോ തരും കേട്ടോ. ഒരമ്പ ഈ കണ്ടീഷനിൽ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. എഴുന്നേറ്റെ. വേണ്ട വേണ്ട, പിന്നെ ഞാൻ വിളിക്കുന്നത്. വിനയ മാഷായോണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുഞ്ഞമ്മാവൻ എന്നെ മനസ്സിലായോ? റോസി. റോസി മോൾ, നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നപ്പോ ശ്യാമയെ ലോ കോളേജ് ചേർക്കാൻ വന്നപ്പോഴാ നിന്നെ അവസാനമായി കണ്ടത്. അന്ന് നീ എത്ര കുഞ്ഞായിരുന്നു. അമ്മ എന്റെ കോളേജ് അഡ്മിഷന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കാൻ വിട്ടതാ. ഞാൻ മാനേജ്മെന്റിൽ പിടിച്ചിട്ടുണ്ട്. മിക്കവാറും തിങ്കളാഴ്ച ശരിയാവും. അട്ടെ, നീ വീടെങ്ങനെ കണ്ടുപിടിച്ച മോളെ? കുഞ്ഞമ്മാവിനെ ശ്യാമേച്ചയും ചോദിച്ചാ ഈ നാട്ടിൽ ആർക്കാ അറിഞ്ഞൂടാത്തത്? ഓട്ടോക്കാരൻ നേരെ ഇവിടെ കൊണ്ടുവിട്ടു. റോസി മോളെ, കുഞ്ഞമ്മാന് ധൃതിയുണ്ട്. ശ്യാമേ, റോസി ഈ വീട്ടിൽ ആദ്യമായിട്ട് വരിക. അവളെ കാര്യമായിട്ട് സൽക്കരിച്ച വിടാവൂ. പോട്ടെ മോളെ. ശരി. വാ. ശ്യാമേച്ചി നല്ല ആളാ. ഞങ്ങള് വന്നു എന്നറിഞ്ഞിട്ട് അവിടം വരെ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. അമ്മയും സുരേട്ടനും പറയുന്ന കേട്ടു. അത്ര കാണുമെന്ന് മോഹമുള്ളവർക്ക് ഇങ്ങോട്ടും വന്ന് കാണാലോ. നിന്റെ സുരേട്ടൻ പോലീസ് ആണെങ്കിലേ ഞാൻ വക്കീല. അപ്പൊ പിണക്കം സുരേട്ടനോടാ. ട്രാക്കിലൊന്ന് വീണോട്ടെ ശ്യാമേച്ചി, എന്നിട്ട് പോരെ പിണക്കവും പറ്റും. നീ വിട്ട് കൊള്ളാലോ. കൺട്രോൾ റൂം, എസ്പി വിളിക്കുന്നു. മെസ്സേജ് ഉണ്ട്. എസ് ഐ ഇല്ലേ? ഓവർ. സാർ. ഇല്ല സാർ. ഓവർ. വല്ല പ്രശ്നമുണ്ടോ? ഓവർ. കാളിയന്റെ ഗുണ്ടകൾ ഇവിടെ അടുത്തൊരു തടിമില്ലിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഓവർ. ഫോഴ്സ് പോയിട്ടില്ലേ? ഓവർ. സാർ, SI തനിച്ച് മതിയെന്ന് പറഞ്ഞാ പോയത്. ഓവർ.
എന്തത്? MLA എഴുത്താ. എന്റെ ആൾക്കാർക്കെതിരെ നടപടി എടുക്കരുത്. സാറേ, ചവിട്ടേറ്റ പാമ്പാണ് ഞാൻ. അവസരം കിട്ടിയാൽ തിരിച്ചു കൊത്തും. ഓർത്തിരുന്നോ? അവന്മാർ പിടിച്ചകത്ത്. ചേപ്പിലെ കുന്നുപോലുണ്ടല്ലോ മസിൽസ്. നിന്നെ കുറെ കാലായടാ ഞാൻ തെരഞ്ഞു നടക്കുന്നത്. എടാ ഇടിച്ചിട്ട് യേശുടാ ഇവിടെ വാ. എടാ രണ്ടാളോടും കൂടിയാ പറയുന്നത്. ഇടി ഇവിടെ തീർന്നില്ല, അടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്നുണ്ട്. കുറെ കാലമായി കയ്യിന്റെ തരിപ്പം തീർത്തിട്ട്. അതെ തീർത്തോളി തീർത്തോളി. ഇതുവരെ ബിലാലിനെ പിടിച്ച മാതിരി ഒഴിഞ്ഞു ഒഴിഞ്ഞ് കളിക്കായിരുന്നു. ഇപ്പൊ അല്ലടാ പിടി കിട്ടിയത്. ഇവിടെ വാടാ. ഇതിന്റെ വൈരാഗ്യം വെളിയിൽ വെച്ചെങ്ങാൻ എന്നോട് കാണിച്ചാൽ എന്റെ കുടുംബാണ് അത്. നടത്തു ഓ. പൂങ്കുന്നത്തെ ഭാനുമതിയല്ലേ? നാളായല്ലോ കണ്ടിട്ട്. ഞങ്ങളെയൊക്കെ മറന്നോ ആവോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഒരു ദിവസം വീട്ടിലേക്ക് വരൂ കേട്ടോ. വരാം, ഞാൻ വരട്ടെ. നമസ്കാരം. എന്റെ പേര് വിനയൻ. നിങ്ങളുടെ അയൽവാസിയാ. വന്നതറിഞ്ഞു. കേറി ഒന്ന് പരിചയപ്പെടാൻ സുരേന്ദ്രൻ സാറിന് ഒന്ന് തരത്തിന് കിട്ടിയിട്ട് വേണ്ടേ? ജോലി എന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ല, പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഡ്രോയിങ് ടീച്ചറാ. ആ, വീട്ടുകാരൊക്കെ? അച്ഛനും അമ്മയൊക്കെ നേരത്തെ സ്ഥലം കാലിയാക്കി. പിന്നെ സ്വന്തക്കാരെന്ന് പറയാൻ അങ്ങനെ അധികാരമില്ല. നട അടയ്ക്കാറായി, വേഗം പോയി തൊഴുതോളൂ. അങ്ങനെ പതിവില്ല. ഒരു ചിത്രം വരയ്ക്കാനുള്ള ഇൻസ്പിറേഷൻ വേണ്ടി വന്നിരുന്നതാ. പിന്നെ ഒരു മൂർത്തിയെ മാത്രം ആരാധിച്ചാൽ മറ്റുള്ള ദൈവങ്ങൾ പിണങ്ങുന്നു കരുതി തീരെ വേണ്ടാന്ന് വെച്ചു. അല്ല, ആരെയും പിണക്കരുതല്ലോ. മോളായിരിക്കും. കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? പറഞ്ഞില്ല, പറഞ്ഞു വരുന്നേ ഉള്ളൂ. റോസീന. ഒരുമാതിരി ക്രിസ്ത്യൻ പേരാണല്ലോ. സമയായി, ഞങ്ങൾ വരട്ടെ. വാ. സ്ഥലമുണ്ട്. ഒരാഴ്ചയായാലും അങ്ങോട്ട് കണ്ടിട്ട്. എന്താ വല്ല ലോട്ടറി അടിച്ചോ? അപ്പൊ ആഴ്ച ഒന്ന് കഴിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. ഒരു 5 രൂപ വേണമല്ലോ കുഞ്ഞിരാമ. മിനിങ്ങാനല്ലേ തന്ന് ഞങ്ങൾ ശീലാക്കി. ഇപ്പൊ അതൊരു അവകാശമായി. തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പഴേ നമ്മൾ അച്ചായൻ എത്തിയിട്ടുണ്ട്. എല്ലാരും വഴിസംഖ്യ കൊടുത്തോളി. എന്റെ സ്വാമിയോട് കൂട്ടി വാങ്ങിച്ചോളി, ഞാൻ കൊടുത്തോളാം. നമസ്കാരം. ചെറിയാച്ചന്റെ കാര്യം എന്തായി സ്വാമി? അതെങ്ങനെയാടോ? കേസ് തീർന്നിട്ട് വേണ്ടേ? പിന്നെ പഴയ പോലെ വരായിയൊന്നുമില്ല. പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് പോകും. ആരാ കക്ഷി? ചെറുപ്പക്കാരനാ, വെരി സിൻസിയർ, മിടുക്കൻ. ഗുഡ് മോർണിംഗ് സാർ. കണ്ണനാരോ ഉണ്ണിക്കൺമണിയാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരോ. ഞാൻ ചെറിയാച്ചൻ, ഒരു പഴയ പോലീസുകാരനാ. 10-17 വർഷമായിട്ട് സസ്പെൻഷനില്ല.
കാലത്ത് ഞാൻ വന്നിരുന്നു സ്റ്റേഷനിൽ. അവിടെ ഇയാള് പോലീസ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ. ഞാൻ സസ്പെൻഷനിൽ കഴിയുന്ന വെറും ഒരു പാവം പോലീസുകാരൻ. പക്ഷേ ഇവിടെ ഞാൻ ചെറിയ അച്ഛൻ. എന്റെ അച്ഛൻ ഓർമ്മയുണ്ടാവോ? എവിടെ എന്റെ പൊന്നുമോളും ഭാനു? ഇറങ്ങി പോണം. ഇവിടെ നിങ്ങളുടെ ആരുമില്ല. അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് എന്റെ ഭാനുവിനെ വേണം, എന്റെ മക്കളെ വേണം. ഭാനു ബഹളം ഉണ്ടാക്കരുത്. ചാരായക്കടല്ല ഇവിടെ. നിങ്ങൾ ആർക്കും വേണ്ട. പക്ഷെ എനിക്ക് വേണം. എത്ര കാലം എന്നെ ഒഴിവാക്കി ഇങ്ങനെ കഴിയും? ഭാനു, ഇത് കണ്ടോ നമ്മുടെ മോൻ? ഭാനു, ഇനിയും വരും. മോൻ പതറിപ്പോരുത്. നിങ്ങൾ എന്നും അമ്മയുടെ കൂടെ നിൽക്കണം. എന്നും. റോസി ഉറങ്ങിയോ? അവളിതൊന്നും അറിയാതിരിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കോളേജിൽ പോയി തുടങ്ങിയല്ലേ? തുടങ്ങിയില്ല, ഇന്ന് തുടങ്ങും. കാലത്തെ നല്ല മൂഡിലാണല്ലോ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ബുദ്ധിമുട്ടണമെന്നില്ല. 4-5 ലക്ഷം രൂപ വിലയുള്ള ബസ് വരുന്നുണ്ട്. ഞാൻ അതിൽ പൊക്കോളാം. വരട്ടെ. എല്ലാ ഭാഷ കാലത്ത് ഒരുമാതിരി മുള്ള മെഴുകിയ പോലെ ഇരിക്കുന്നത്. ആ മുള്ളന്റെ ചങ്കി കൊളുത്തിയെന്നാ തോന്നുന്നു അമ്മാവോ. ഞാൻ കണ്ടു. ഏതാ കക്ഷി? പുതിയതായി വന്ന ഇൻസ്പെക്ടർ പെങ്ങളാ. അതെ അമ്മാവ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. കോടതിയിലേക്കുള്ള ഫയലുകൾ. കേസ് നമ്പർ 216 ഫയൽ ഇതിലില്ലേ? സാർ, അത് കഴിഞ്ഞ ഹിയറിംഗിന് ഒറിജിനൽ കോടതി കൊടുത്തു. കോപ്പി ഇതിലുണ്ട്. ഞാൻ നേരെ കോടതിയിലേക്ക് പോകും. വേറെ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ? കൺട്രോൾ റൂം വിളിച്ചിരുന്നു. CM 3 മണിക്ക് ശേഷം ഇതിലെ പോകുന്നുണ്ട് അത്രേ. ഹൈവേ ഡ്യൂട്ടി പോസ്റ്റ് ചെയ്തുള്ളൂ. ഞാൻ നേരെ അങ്ങോട്ട് വരാം. സാർ, പിന്നെ അയ്യരെ, മേലാൽ ആ ചെറിയച്ഛനോട് സ്റ്റേഷനിൽ വന്ന് പിരിവെടുക്കരുതെന്ന് പറയണം. നിങ്ങളാരും തലേന്ന് വീതം കൊടുക്കാനും നിൽക്കരുത്. അയാൾക്ക് കള്ളു കുടിക്കാനും കാശ് പിരിക്കാനും വല്ല ബസ് സ്റ്റാൻഡോ ചന്തയോ നല്ലത്, പോലീസ് സ്റ്റേഷൻ അല്ല. വെള്ളം ചൂടായി. നീ കുളിക്കുന്നില്ല? മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ ആവോ? ഞാൻ അനന്തപത്മനാഭയ്യർ, പഴയ... കൂടുതൽ പറയണമെന്നില്ല. കഴിഞ്ഞതൊന്നും അത്ര വേഗം മറക്കുന്നവളല്ല ഭാനുമതി. എന്താ സ്വാമി, ഇവര് നേരത്തെ പരിചയമുണ്ടോ? ഭാസിയല്ല നിന്റെ സീനിയർ? ഞാനിന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഞാൻ പറഞ്ഞത്. സുരേട്ടിന് വേണ്ടപ്പെട്ടവരെ കാണാനും വിളിക്കാനും ഒക്കെ നേരമുണ്ട്. ഞാൻ എന്തെങ്കിലും പറയുന്നതാ കുറ്റം? നിനക്കും വീട്ടിലോട്ട് വരായിരുന്നല്ലോ. അമ്മാവന്റെ കൂടെ ഞാനിന്നലെ നിന്നെയും പ്രതീക്ഷിച്ചതാ. വാശിയൊക്കെ എനിക്കും ആവാലോ. ഒരു കൊല്ലത്തോളം ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരെഴുത്ത്, അതിന് തന്നെ സുരേട്ടിന് എന്ത് പിശുക്കാം. ശ്യാമ എന്താ ഒന്നും അറിഞ്ഞൂടാത്ത കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? നിനക്കറിയാലോ ഞങ്ങളും ഈ നാടും തമ്മിലുള്ള ബന്ധം. ഏതൊരു പോലീസുകാരനും സ്വന്തം നാട് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. കൊല്ലം കുറേ വിട്ടു നിൽക്കുകയാണെങ്കിലും പേരിന് എന്റെയും കൂടെ നാടാണല്ലോ. ആ, അതൊക്കെ വിട്. എങ്ങനെ, കേസൊക്കെ ഉണ്ടോ? കേസിനൊന്നും കുറവില്ല. നമ്മുടെ ഈ ഒരു കേസിനാ ഒരു തീരുമാനവും കിട്ടാത്തത്. ശ്യാമ വെറിയാവാതെ എല്ലാം ഒന്ന് സ്വസ്ഥമായാൽ നമ്മുടെ ഈ കേസിനും വിധി ഉണ്ടാക്കാം. സത്യം പറഞ്ഞ തന്നെ ഈ കോട്ടും കവണൊക്കെ ഇട്ട് കാണാൻ നല്ല ചന്തമുണ്ട്. ദേ, ഇത് കോടതിയാ. നല്ല പത്രക്കാരൻ കാണും. ഇൻസ്പെക്ടർ വക്കീൽ ശൃംഗാരം. നല്ല ന്യൂസാ. JFCM സിറ്റിംഗ് ഉണ്ട്. സുരേഷിനെ വൈകിട്ട് കാണുമോ? നീ ചെല്ലേ, ഒത്താ ഞാൻ വിളിക്കാം. ദയവ് ചെയ്ത് കുഞ്ഞമ്മാവൻ അയാൾക്ക് വേണ്ടി വക്കാലത്ത് പറയരുത്. അങ്ങനെയല്ല. ഇന്നലെ ചെറിയാച്ചനെ കണ്ടപ്പോ സുരേന്ദ്രൻ പുറത്തേക്ക് തള്ളി വാതിലടച്ചൊന്നും പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. കേട്ടപ്പോ ഒരു വിഷമം. അന്ന് ആ സംഭവത്തിന് ശേഷം പൂർണ്ണ ഗർഭിണിയായിരുന്ന ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ഇനി ഒരിക്കലും കാണാനും തിരിച്ചിവിടെ വരാനും ഇടവരരുതെന്നായിരുന്നു പ്രാർത്ഥന.
പക്ഷേ എന്റെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഓരോ നിമിഷവും ഞാൻ പാടുപെട്ടപ്പോൾ അതോടൊപ്പം മനസ്സിലൊരു പകയും വളർന്നു വന്നു. അതിവിടെ തന്നെ വന്ന് വീട്ടിൽ തീർക്കണമെന്ന് തോന്നി. നിനക്ക് വിഷമം കാണും, എങ്കിലും മുമ്പും കാണുന്നതാ ചെറിയാച്ചനെ ഞാൻ. നിങ്ങൾ വന്നതിൽ പിന്നെ അയാൾക്ക് തലയ്ക്ക് വെളിവുള്ള നേരമില്ല. ഏതായാലും ഞാൻ ഇറങ്ങുന്നു. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ. വരട്ടെ. ആ ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചുവിടും. മധുരയിൽ നിന്നും 4 ലോറി സ്പിരിറ്റ് വരുന്നുണ്ട്. ഇന്ന് രാത്രി 2 മണിയോടെ വണ്ടികൾ വാളയാർ ചെക്ക് പോസ്റ്റിലെത്തും. ചെക്ക് പോസ്റ്റ് വല്ല കുഴപ്പമുണ്ടാവോ സാറേ? ഏയ് നോ, ഇന്ന് ദാമോദരനാ ഡ്യൂട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടം മുതൽ വണ്ടികൾ തൃശൂർ ഡിസ്റ്റിലറി എത്തും വരെ എനിക്കാണ് ഉത്തരവാദിത്വം. മറ്റ് സ്റ്റേഷൻ പരിധികളിൽ പേടിക്കാനൊന്നുമില്ല. ആ സുരേന്ദ്രനെ നമുക്ക് കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ല. കേശവൻ നായരുടെ തടിമിലില്ലേ നമ്മൾ ചന്ദനം ഒളിപ്പിച്ചത്? ആരോ പോലീസിന് ഒറ്റി കൊടുത്തതാ. ഛേ, എന്നാലും അത് നയപൂർവ്വം കൈകാര്യം ചെയ്യണമായിരുന്നു. ഇൻസ്പെക്ടർ സുരേന്ദ്രൻ നമ്മൾ വിചാരിച്ചാലും അപ്പുറത്താണ് സാർ. അത് എനിക്ക് വിട്ടു തന്നേരെ വിക്രമ. ഞാൻ വല വിരിച്ചിട്ടുണ്ട്. ആ കണക്ക് കാളിയൻ തീർത്തിരിക്കും. ആ, നാളെ പുലരും മുമ്പ് വണ്ടികൾ സേഫായി ഡിസ്റ്റിലറിയിൽ എത്തിയിരിക്കണം. സാർ, വല്ല ട്രാൻസ്ഫറോ സസ്പെൻഷനോ വന്നോ? എന്താ സ്വാമി അണ്ടി കളഞ്ഞ അടാനെ പോലെ ഇരിക്കുന്നത്? ആ ചെറിയാച്ചൻ വന്നിട്ട് പോയി. ഈ സർവീസ് കാലത്തിനിടയ്ക്ക് പല സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഇതുവരെ മറുത്തൊരക്ഷരം അയാളോട് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഇന്നതും വേണ്ടി വന്നു. മൂപ്പർ ഇവിടെ വരരുതെന്നും കള്ളു കുടിക്കാൻ പിരിവെടുക്കരുതെന്നും ഇൻസ്പെക്ടർ ഓർഡർ അല്ലേ. നമ്മൾ എന്താ സ്വാമി ചെയ്യാ? അതല്ലടോ, കൈപ്പിഴയാണോ മനസ്സറിഞ്ഞ് ചെയ്തതാണോ എന്നറിയില്ല. ഒരു കൊലക്കുറ്റം പേര് നടക്കുന്ന അയാളുടെ മനസ്സ് അടുത്തറിഞ്ഞിട്ടുള്ളവനാ ഞാൻ. പണ്ട് 10-16 അംഗങ്ങളുള്ള എന്റെ കുടുംബം പോറ്റാൻ കിട്ടുന്ന ശമ്പളം തികയാതിരുന്ന കാലത്ത് ഒറ്റാന്തടിയായി കഴിഞ്ഞിരുന്ന ചെറിയാച്ചൻ കീശയിലുള്ളത് മുഴുവൻ വാരി തന്നപ്പോ 2 കൈയും നീട്ടി മേടിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഇന്ന് അയാൾ ഇവിടുന്ന് കണ്ണും നിറച്ചിറങ്ങിപ്പോയപ്പോ കലങ്ങിയത് എന്റെ ചങ്കാടോ. നമ്മളെ ഇൻസ്പെക്ടർ ചെറിയാച്ചന്റെ മോനാന്ന് കേട്ടു. അതുകൊണ്ടല്ലേ കുഞ്ഞിരാമ ഈ കളി മുഴുവൻ. നാശം, നേരം വെളുത്തില്ല അപ്പോഴേക്ക് ഫോൺ കളി തുടങ്ങി. ഹലോ, തല്ലണ്ടാന്നോ? ഇല്ല, തല്ലുന്നില്ല സാർ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് നല്ലപോലെ എണ്ണ തേച്ച് ഉഴിഞ്ഞ് പിയ സോപ്പ് കൊണ്ട് കുളിപ്പിച്ച് നല്ല നെല്ലുകൊത്തിരിന്റെ ചോറും കോഴിയിറച്ചിന്റെ കൂട്ടാനും കൂട്ടി ചോറ് കൊടുക്കാം. അത് പുള്ളിക്കാരന് ഇഷ്ടാവോ? എടാ, ഇത് പോലീസ് സ്റ്റേഷനാ.
ഞങ്ങളെ കൈച്ചെരുപ്പ് തീരുവോളം നല്ലടാ. തലയിലെന്ന് പറയും നീ ആരാണ്ട് ആഭ്യന്തരമന്ത്രിയാ. വെക്ക് വാങ്ങിച്ചേ മോനെ ഫോൺ അവിടെ വെക്കടാ. മോളെ മോള് എന്നെ അറിയോ? ഒരച്ഛനും സ്വന്തം മോളെ പെരുവഴി വെച്ച് പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാവില്ല. എന്നെ മനസ്സിലായില്ലല്ലേ? ചെറിയ അച്ഛൻ, നിന്റെ അച്ഛനാണ് മോളെ ഞാൻ. എന്റെ മോളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? മോളുടെ പേരെന്താ? റോസി. 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 ഓ, എന്റെ ഭാനു അങ്ങനെ ഒരു ദയെങ്കിലും എന്നോട് കാണിച്ചല്ലോ. നിന്നെ ഗർഭമായിരുന്നപ്പോ അച്ഛൻ വിളിച്ച പേരാണ് മോളെ ഇത്. മോളെ, അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. റോസി മോളെന്നെ ഒരിക്കലെങ്കിലും അച്ഛന്നൊന്ന് വിളിക്ക്. കേൾക്കാനുള്ള കൊതി കൊണ്ടാ. എന്താ മോളെ? മോളെ, മോൾ എന്തിനാ വിഷമിക്കുന്നേ? എന്റെ അച്ഛൻ എന്ത് പറ്റി? മരിച്ചുപോയെന്ന് അമ്മ കള്ളം പറഞ്ഞതല്ലേ? ഇപ്പൊ എന്താ ഉണ്ടായ മോളെ? ഞാനിന്ന് ഒരാളെ കണ്ടു, ഒരു ചെറിയ അച്ഛൻ. അദ്ദേഹം എന്റെ അച്ഛനാണെന്ന് എന്നോട് പറഞ്ഞു. ശരിയാണോ അമ്മേ? ഇനി ഒരിക്കലും നീ ആ മനുഷ്യനെ കാണരുത്. ഞാൻ ഇനിയും കാണും. കൊച്ചുനാളിൽ അച്ഛനെ ചോദിച്ച് കരഞ്ഞപ്പോഴൊക്കെ മരിച്ചു പോയി എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് മനഃപൂർവ്വമല്ലേ? സത്യം പറമ്മേ, ആ ചെറിയ അച്ഛൻ എന്റെ അച്ഛനല്ലേ? അയാളൊരു കൊലയാളിയാണ്. എന്നാൽ എന്റെ അച്ഛനല്ലേ? ആ നീചൻ നിന്റെ അച്ഛനാകുന്നതിലും ഭേദം അയാൾ മരിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് മോളെ. ജീവിച്ചിരിക്കുന്ന അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് മക്കളെ വിശ്വസിപ്പിച്ച അമ്മയാണ് നീജ. അതെടി, ഞാനിത് കേൾക്കണം. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഭർത്താവിൽ നിന്നും സ്വന്തം മക്കളെ ഒളിപ്പിച്ചു വെച്ചത് ശരിയാണ്. അത് തെറ്റായിപ്പോയെങ്കിൽ ഈ അമ്മ നീതിയാണ്. ഏതാണ് കഥകളിക്കാരൻ? കൊറേ നേരമല്ല തുടങ്ങിയിട്ട്. കളി കാര്യമായോ? എന്താ പ്രശ്നം? ഞാൻ ഇന്ന് എന്റെ അച്ഛനെ കണ്ടു. മരിച്ചുപോയെന്ന് എല്ലാരും പറഞ്ഞ എന്റെ അച്ഛൻ. ശ്യാമേച്ചി, അച്ഛനെ സ്നേഹിക്കുക ഏത് മക്കളുടെയും ജന്മാവകാശമാണ്. അച്ഛന്റെ വാത്സല്യം മക്കളുടെയും. അത് നിഷേധിക്കപ്പെടാൻ മാത്രം എന്ത് കുറ്റമാണ് എന്റെ അച്ഛൻ ചെയ്തത്?
ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോ കേട്ട ചില അറിവേ എനിക്കുള്ളൂ. അത് കൈമോശം വന്നു കരുതി അച്ഛനെ കണ്ടെത്തിയ നിന്നോട് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എന്നായാലും ഞാനതറിയും. പിന്നെന്തിന് എന്നോട് മറച്ചു വെക്കണം? പറയൂ ശ്യാമേച്ചി. പണ്ട് നിന്റെ അച്ഛൻ പോലീസായിരിക്കെ ഭാനുമ്മയുടെ അനിയത്തി അമ്മൂട്ടി അമ്മായിയെ പിഴപ്പിച്ചു കൊന്നത് ഈ കേട്ടറിവേ എനിക്കുള്ളൂ. സത്യം ദൈവത്തിനറിയാം. അച്ഛൻ്റെ കൈകളിലൊരപ്പൂപ്പന്താടി അമ്മാനമാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ മുങ്ങിയും പൊങ്ങിയും നിലവിട്ടു. കയ്യനൂടെ അത് കൊള്ളാം. ഒന്ന് വീണു പോകാതെ പിടിക്കാന്ന് വെച്ചപ്പോ ഇനി എന്തിനാ പിടിക്കുന്നേ? ചെറിയാച്ച വീണിട്ട് കൊല്ലം എത്ര എന്നറിയോ? ആരും എന്നെ സഹായിക്കണ്ട. ഇന്നെന്തു പറ്റി? നാളെ കേസിന് പോകാൻ കാശ് കിട്ടിയില്ല അല്ലേ? ഇതൊക്കെ അന്വേഷിക്കാൻ നീ എന്റെ ആരാ? ശരിയാണ്, ആരുമല്ല. ഞാനൊരു തേവിടിച്ചി. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അറിയാം, പക്ഷെ എന്നെ അങ്ങനെ കാണാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല. പണ്ട് എന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന എന്നെ മറ്റു പോലീസുകാർ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോ രക്ഷിച്ച ചെറിയാച്ചനാ. ഇന്ന് മാനം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ പോവാ. നിക്കേ, ഇത് വെച്ചോ. നാളെ കേസിന് പോണം. ഇത് ധാലിയല്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വേണ്ട. ഇന്നെനിക്ക് ഇതൊരു ഭാരമാണ്. ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കാം. നീ എന്നെ ഒരുപാട് സഹായിച്ചു. നീ ഇതും കൂടെ. കണക്കൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ആ, ഇതങ്ങോട്ട് വാങ്ങിച്ചേ. എന്റെ കാര്യത്തിൽ അവസാന വാക്ക് പറയേണ്ടത് ഞാൻ തന്നെ. എന്നാലും പെട്ടെന്ന് വേണമെന്നില്ല. കഥകളിലും സിനിമകളിലും ഒക്കെ കാണുന്ന പൈങ്കിളി പ്രേമമായി പോരുത് നമ്മുടേത്. മടുത്തു എനിക്ക്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. അത്രയ്ക്ക് വരയിലാണെങ്കിൽ ഞാൻ ഇപ്പോഴേ റെഡിയാ. അപ്പൊ പ്രതിജ്ഞ കഴിഞ്ഞോ? എഗ്രിമെന്റ് വല്ലതും എഴുതാനുണ്ടെങ്കിൽ വക്കീലിന്റെ സാന്നിധ്യത്തിലാവാം. സ്റ്റാമ്പ് പേപ്പർ കാറിലുണ്ട്. ആ, റോസിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. നിന്റെ അച്ഛന്റെ കേസ് കിട്ടു. ഭാസാറ് പറഞ്ഞതാ. നല്ലൊരു മുഹൂർത്തത്തിലാണല്ലോ വക്കീലിന്റെ ശുഭവാർത്തയായിട്ടുള്ള വരവ്. വിനയമാഷേ, ഞങ്ങളുടെ പെണ്ണിനെ അങ്ങനെ പെരുവഴിയിൽ വെച്ച് കല്യാണം നിശ്ചയിക്കണ്ട. ഞാനിവിടെ നാത്തൂനായി വരേണ്ടതാ. പിന്നെ എന്താ ഇത്ര താമസം വരാൻ? കളിയാക്കണ്ട. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും വേറെ ആളുണ്ട്, അറിയാലോ. എന്നാലേ ആ ആളിനോട് ഞങ്ങളുടെ കാര്യം പറഞ്ഞ് ട്രാക്ക് ഒന്ന് ക്ലിയർ ആക്കി തരണം. കുറുന്തോട്ടിക്കോ വാദം? ഇന്നല്ലാതെ ഇനി എന്നാ വാദം പിടിക്കേ സാറേ? നമ്മുടെ ചെറിയാച്ചൻ ജയിച്ചിരിക്കുമല്ലേ കേസില്. സുഹൃത്തുക്കളെ, 10-17 വർഷക്കാലമായി ഞാൻ നിരപരാധിയാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് ഒറ്റയ്ക്ക് ധീരധീരം പോരാടി വിജയം കൈവരിച്ച നമ്മുടെ ചെറിയാച്ചനെ ഈ സന്ദർഭത്തിൽ ഒരു കവിത ഒറ്റയ്ക്ക് ചൊല്ലുവാൻ ഞാൻ ഒറ്റയ്ക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചെറിയാച്ചൻ, ഞാൻ മൈക്ക് ചെറിയാച്ചനെ ഏൽപ്പിക്കുന്നു. ചെറിയാച്ചൻ. ഇനിയില്ല തടസ്സങ്ങൾ, മുൾക്കാടുകൾ, ഇനിയില്ല കുസൃതി കുരുന്നുകൾ പിമ്പേ. ഇനി എന്റെ വീതി വിശാലമൊന്നങ്ങനെ നുരയിട്ട് പതയുന്ന സന്തോഷ സാഗരം. കാറ്റിന്റെ കൈകളിൽ ഒരപ്പൂപ്പനാടി ഐക്യന്തോളം തള്ളുമ്പോ ഓർക്കും ഞാൻ എന്റെ മാരനെ. വൈക്കങ്കായലിലോളം തള്ളുമ്പോ ഓർക്കും ഞാൻ എന്റെ മാരനെ. ഭാനു,
മക്കളൊക്കെ എവിടെ? സുരേന്ദ്രനും റോസിയും? എന്തിനാ? അറിഞ്ഞില്ലേ? എന്റെ കേസ് വിട്ടു. ഇച്ചായ നിരപരാധിയാണെന്ന് കോടതി വിധി പറഞ്ഞു. നമ്മുടെ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകളിലൂടെയും സംശയത്തിന്റെ ആനുകൂല്യം കൊണ്ടും ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. അപ്പോ ഭാനു ഈ കോടതി വിധി വിശ്വസിക്കുന്നില്ലേ? എന്റെ മനസ്സിന്റെ കോടതിയില് ഒന്നും തേച്ചു മായ്ച്ചു കളയാൻ കഴിയില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഭാനു, നിന്റെ ഇച്ചായനെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഊമയായ എന്റെ അനിയത്തിയെ നിങ്ങൾ കടിച്ചു കീറി കൊന്ന ദിവസം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണ്. കൂടെ പുറപ്പെടില്ലാത്ത എനിക്ക് അമ്മുക്കുട്ടി എന്റെ സഹോദരിയെ പോലെയായിരുന്നു. പേര് കേട്ട തേവിടിച്ച് ദേവും നിങ്ങൾക്ക് സഹോദരി പോലെയാണല്ലോ. എന്റെ കേസ് നടത്താൻ ദേവു എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഞാൻ കേസ് പറഞ്ഞത് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ, എന്റെ കുടുംബം മുന്നെടുക്കാൻ വേണ്ടിയാ. എന്നെ നിത്യദുഃഖത്തിലാക്കരുതേ. നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരിന്റെ ഉപ്പ് കൊണ്ട് എന്റെ മനസ്സിനേറ്റം മുറിവ് ഞാൻ ഉണക്കും. എനിക്കും എന്റെ മക്കൾക്കും നിങ്ങളെ വേണ്ട വേണ്ട. പോ എന്റെ കൺമുമ്പിന്ന്. മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടിയാൽ പുഴുത്ത പട്ടിയെ പോലെ കരുതി ആട്ടി പുറത്താക്കും. എടാ, നിന്നെയൊക്കെ ഒരു സുഹൃത്തെന്ന് പറയാൻ കൊള്ളൂ. എന്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ടെലഗ്രാമെങ്കിലും. നിനക്കറിയാവുന്നതല്ലേ ഞാനും ഈ നാടും തമ്മിലുള്ള ബന്ധം. പിറന്ന നാട്ടിൽ ഞാൻ ഇന്നും അന്യനാ. ആ, അത് വിട്. ഇതുപോലെ എന്തെങ്കിലും നൊട്ടുനൊടുക്ക് ന്യായം പറഞ്ഞ് ആ ശ്യാമയെ വഴിയാധാരമാക്കരുത്. രണ്ടുപേരെ എനിക്കറിയാവുന്നോണ്ട് പറയുന്നതാ. ചായ. നീ ചായ എടുക്ക. അമ്മ ഓർക്കുന്നില്ലേ അവനെ, നമ്മുടെ പഴയ പാച്ചു? അമ്മേ, ആസി ഇപ്പൊ ഇവിടുത്തെ പേരെടുത്ത വക്കീല. പണ്ട് കോട്ടയത്ത് വെച്ചോണ്ട് ആ നാടകഭ്രാന്തനൊന്നുമല്ല. നാടകവും കളിയൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോഴും ഉണ്ട്. ബാസി ഒരു ഉപകാരം ചെയ്തു തരൂ. 10-28 കൊല്ലം മുമ്പ് എന്റെ നേരമ്മാവന്മാര് കൈവശപ്പെടുത്തിയ കുറച്ച് സ്വത്തുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കും കൊല്ലപ്പെട്ട എന്റെ അനിയത്തി അമ്മുക്കുട്ടിക്കും അതിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുമോ? അവരൊരുപക്ഷെ കൈവശാവകാശം തെളിയിച്ചേക്കും. എന്നാലും ജന്മാവകാശം തെളിയിക്കാനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ആ, ഞാൻ ഇറങ്ങട്ടെ. കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. ഇനി വരുമ്പോ ഭാര്യയും കൊണ്ടുവരണം. എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം. ഇങ്ങനെ പോയാൽ എവിടെ വരെ പോകും? എനിക്ക് പറ്റില്ല. ഞാൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞില്ലേ? നീ എന്ത് തെളിവാ വേണ്ട? ആ, ചെറിയാച്ച, എന്താ ഇത്? എന്തെങ്കിലും ഒന്ന് അറിഞ്ഞ് ഞാൻ ഇന്ന് പോകും. ചെറിയാച്ച, ബഹളം ഉണ്ടാക്കാതെ വാ. എത്ര കാലം തനിയെ കരഞ്ഞു ഞാൻ വിളിച്ചു പറയുന്ന ചെറിയാച്ചൊന്ന് കേക്ക്. വാ, അത് ശരിയാവുന്നില്ല. വാ, നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. എന്റെ മോനല്ലേ ആ നിൽക്കുന്നേ? അവൻ പോലീസ് ഇൻസ്പെക്ടർ അല്ലേ? അവന് മനസ്സിലായില്ലേ കോടതി വിധി? ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനല്ലേ വിളിക്കുന്നത്. വാ. ഞാൻ നിരപരാധിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന നിരപരാധി. എന്റെ പൊന്നു മോനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മക്കളില്ല, എനിക്ക് ഭാര്യയില്ല. അച്ഛനല്ലേ അത്? അതെ. എന്തു വേണം? പോയിരുന്ന് പഠിക്കേ. പഠിക്കാൻ. ആ, എസ് ഐ മോർണിംഗ്. പിന്നെ ഇന്ന് ഞാൻ ലീവാ. അത്യാവശ്യം വല്ലോണ്ട് വിളിച്ചാൽ മതി. നീ എന്തിനാ ലീവ് പറഞ്ഞത്? അത് ഇന്ന് അയാൾ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പോകണ്ടെന്ന് വെച്ചു. ഇന്ന് ലീവ് എടുത്തു. നാളെയോ? സ്വന്തം മകനെ സല്യൂട്ട് ചെയ്യേണ്ടി വരിക. നിന്നെ സാറേന്ന് വിളിച്ച് നിന്റെ ആജ്ഞകൾക്ക് വേണ്ടി കാത്തു നിൽക്കുക ദൈവനിശ്ചയമാണ് മോനെ. എല്ലാ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്.
ചെല്ല്, ചെന്ന് അയാളെ തോൽപ്പിക്കേ. നിന്റെ അധികാരത്തിന് മുമ്പിൽ വെറും ഒരു പാവ പോലെ അയാൾ തുള്ളുന്നത് എനിക്ക് കാണണം. ഈ വേഷത്തിൽ തന്നെ കാണുമ്പോ സന്തോഷമുണ്ടോ? ഇങ്ങനെ കാണുമെന്ന് നിരീക്ഷല്ലോ. നിരീക്ഷതൊന്നും നടക്കാറില്ല, നടക്കുന്നത് നിരീക്കാറുമില്ല. ഏതാ എന്റെ സീറ്റ്? SI വരട്ടെ. തന്റെ മകന്റെ മുമ്പിൽ തനിക്ക് വിഷമം കാണും. വല്ല പാസ്പോർട്ട് എൻക്വയറിയോ സമൻസ് നടത്തലോ ആയാ നന്ന്. അധിക നേരം പുറത്താവും. അത് വേണ്ട, ശമ്പളം പറ്റുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഏത് ജോലിയും ചെയ്യണമല്ലോ. ഞാൻ തയ്യാറാണ് സ്വാമി. സമ്മതിച്ചായ തെക്ക് തിരക്ക് കേറി പറ്റിയല്ലേ? ഭാഗ്യവാൻ. ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് നേരെ എടുത്തു വെച്ചോളൂ സ്വാമി. കുഞ്ഞി രാമൻ. സാർ, ഞാനിന്ന് ജോയിൻ ചെയ്തു. ആരെയും വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല. എങ്കിലും അനുവദിക്കുമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പിക്കോളാം. എന്തിന്? ഇടുന്ന ഉടുപ്പിനോട് എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. റോസി, എന്താ അച്ഛാ? ഒന്നുമില്ല, ഒന്ന് കാണണം തോന്നി. അമ്മയ്ക്ക് സുഖാണോ? മോള് വിഷമിക്കാതെ. ദേ, എന്റെ വേഷം കണ്ടോ? അച്ഛനിപ്പോ പോലീസാ. എന്റെ ഏട്ടനാ എന്റെ സാറ്. സ്റ്റേഷനിൽ വന്നാ കാണാൻ പോകില്ലേ? അച്ഛന് സുഖാണോ? പിന്നെ അതുപോട്ടെ, വിനയം മാഷ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ്. അവിവേകമൊന്നും കാണിക്കരുതേ. ഇപ്പൊ പഠിക്കുക. സമയമാകുമ്പോ ആരെല്ലാം എതിർത്താലും അച്ഛനത് നടത്തി തരും. പിന്നെ മോളെ, അച്ഛൻ ഒരുപാട് കാശ് കിട്ടാൻ പോവാ. ഇത്രയും നാളത്തെ ശമ്പളവും ബോണസും ഒക്കെ ആയിട്ടൊരു നല്ല തുക. അത് കിട്ടിക്കഴിഞ്ഞാ എന്റെ മോക്ക് ഇഷ്ടമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചു തരാം മോളെ. വേണ്ട. വേറെ ആർക്ക് കൊടുക്കാൻ അച്ഛൻ? എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ശരിയായിക്കോളും. മോള് സങ്കടപ്പെടണ്ട. എന്നാ, മോള് കുഞ്ഞായിരുന്നപ്പോ അച്ഛന് ഇതിനൊന്നും ഭാഗ്യം ഉണ്ടായില്ല. മോള് പൊയ്ക്കോ, ക്ലാസ് കളയണ്ട. അച്ഛൻ ഡ്യൂട്ടിക്ക് പോകണ്ടേ? പോട്ടെ. ഇൻസ്പെക്ടർ ഒന്ന് കാണണം. കാര്യം എന്താണെന്ന് എന്നോടും പറയാം. ഓടി വന്ന് കാണണമെന്ന് പറയുന്നവർക്കൊക്കെ എടുത്തു കാണിച്ചു കൊടുക്കാൻ ഇൻസ്പെക്ടർ സാറിന്റെ ഒരു കൗതു കൊട്ടുവാണോ? വാട്ട് യു മീൻ? ഞങ്ങൾക്ക് ഇൻസ്പെക്ടർ സുരേന്ദ്രനെ നേരിൽ കണ്ടൊരു കാര്യം പറയാനുണ്ട്. സുരേന്ദ്രനോ? കാലം പോയ പോക്ക്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാണുള്ള കാര്യം മറക്കണ്ട. ബി കെയർഫുൾ. പതിവുകളൊന്നും കാര്യമാക്കണ്ട. വരൂ, അകത്തേക്ക് ഇരിക്കാം. എന്താ പ്രശ്നം? സാർ, ഞങ്ങൾ പൗരസമിതിയുടെ ആൾക്കാരാണ്. ഇന്നലെ രാത്രി ആ കാളിയന്റെ ഒരു കഞ്ചാവ് ജീപ്പ് ഞങ്ങൾ തടഞ്ഞു. അവർ രക്ഷപ്പെട്ടെങ്കിലും ഇന്ന് കാലത്ത് മുതൽ പകപോക്കാൻ ഇറങ്ങിയിരിക്കുക. നാട്ടിലെ ക്രമസമാനം നിയന്ത്രിക്കേണ്ടത് പൗരസമിതി അല്ലല്ലോ. കുഞ്ഞിരാമ, ആ 754 വിളിക്ക. സാർ, നിങ്ങൾ ചെന്ന റൈറ്റിന് ഒരു പരാതി എഴുതി കൊടുക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാർ. ആ കാളിയനൊന്ന് വിളിച്ചോണ്ട് വരണം. പഴയ കൂട്ടുകാരാണല്ലോ. പരിചയക്കാരാകുമ്പോ ഫോഴ്സ് വേണ്ടി വരില്ല. ചെന്ന് വിളിച്ചാ വരും.
കാളയാ എഴുന്നേറ്റ് വാ. എങ്ങോട്ടാ ചെറിയാച്ചോ? നിനക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് വരണം. ചെറിയാച്ചൻ പോലീസ് കളിക്കാണോ? 2 ലാർജ് വിഴുങ്ങുന്നെങ്കിലേ വാ നമുക്ക് കൂടാം. കാളിയാ കാളാന്നേ, കാക്കിയുടെ ജാട കാളിയനോട് വേണ്ട. കാക്കി അഴിച്ചു വെച്ചിട്ട് വാ. ആ ചെറിയാച്ചനെ കാളിയനും ഇഷ്ടമാ. നിന്നെ സൂചിപ്പിക്കാൻ നടക്കല്ലേ. എഴുന്നേക്കടാ. ഇല്ലെങ്കിലോ നിന്നെയും കൊണ്ട് ചെറിയാച്ചൻ പോവൂ. ചെറിയാച്ചോ, തീക്കട്ടയിൽ ഉറുമ്പരിക്കരുത്. അച്ഛനെ തല്ലുന്നത് കണ്ടൊന്നും അവന്റെ പ്രത്യാക്രമണമല്ല. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. എന്തിനാ പേടിക്കുന്നത്? ജീവനുള്ള ശവമൊന്നുമല്ലല്ലോ. അതെന്നാ പ്രശ്നം? ജീവനുണ്ട്, കുറച്ച് വർത്താനെങ്കിലും പറഞ്ഞിരിക്കായിരുന്നു. ജസ്റ്റ് അറിയായിട്ട് ചോദിക്കാം, ഏത് നാട്ടിൽ നിന്നാ ഈ ഇങ്ങോട്ട് വൈകേറി വന്നത്? ഈ ഭൂമി മലയാളത്തില് അനക്ക് ഈ ഒരൊറ്റ കിണറേ ഉള്ളൂ ചാടിച്ചാവേ? എടോ കുറച്ചൊക്കെ മനുഷ്യത്വം വേണോ? നട്ടപ്പാതിരക്ക് അനാഥപ്രായത്തിന് കാവലിരിക്കേണ്ട ഒരു ഗതികേട്. ഇളകുന്നുണ്ടോ? ഓക്കെ, അനങ്ങാണ്ട് അവിടെ കിടന്നോ, അല്ലെങ്കിൽ അടിച്ച് കൈയും കഴിഞ്ഞാൽ മുറിക്കും. നാളെ രാവിലെ SIക്ക് സർക്കിൾ നോക്കിയേ നുള്ളി ഓരി വെക്കേണ്ടതാ. മനുഷ്യന്റെ ഒരവസ്ഥയെ അല്ല, ഇതുവരെ അമ്മ വെച്ചതല്ലേ? ഏതൊക്കെ നാട് വിറപ്പിച്ച്, എന്തൊക്കെ വീരപരാക്രമങ്ങൾ കാണിച്ച്, ഒടുവിൽ കിടക്കുന്ന കിടപ്പ് കണ്ടില്ല വടി പോലെ. ഇതാണ് മനുഷ്യൻ. ഇരുന്ന് മുഷിഞ്ഞോ? ആവശ്യത്തിന് കുളിരും കൂരിരുട്ടും കൂട്ടുന്ന ഒരു അനാഥ പ്രേതവും എങ്ങനെ മുഷിയാനാ സാറേ? ജോളിയല്ലേ? വീടി കീശയിലുണ്ട്, തീപ്പെട്ടി വാങ്ങാൻ മറന്നുപോയി. കുഞ്ഞിരാമനുണ്ടെ തന്നിട്ട് പോണേ. സാറേ, ഈ വയസ്സിനാണോ നട്ടപ്പാതിരക്ക് ഡ്യൂട്ടി കിട്ടത്? നല്ല തണുപ്പുണ്ട് ഇന്ന്. എന്ത് ചെയ്യാനാ കുഞ്ഞിരാമ? SI പോസ്റ്റ് ചെയ്തല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്നെ പറ്റി വേവലാതി വേണ്ട. ഈ കിടക്കുന്ന ശവവും ഞാനും തമ്മിൽ ഒരു ശ്വാസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇതിനു മുമ്പ് എന്റെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. കുറെ കാലമായിട്ട് ഒറ്റയ്ക്കാ. ഞാൻ ഈ രാത്രി ഞാൻ ഭാഗ്യവാനാ. വെളുക്കുന്നവരെ കൂട്ടുന്നൊരു ശവമെങ്കിലും ഉണ്ടല്ലോ. കുഞ്ഞിരാമൻ പൊയ്ക്കോ. അതല്ല ചായ, മണി 2 ഞങ്ങൾ തമ്മിലാണെങ്കിൽ നല്ല പരിചയമായി. ഇനി ഞാൻ നേരം വിളിപ്പിച്ചോളാം. ആ ടോർച്ചിങ് തന്നേ. എന്നാ വീട്ടിൽ പോയി കുട്ടികളോട് കിടന്ന് സുഖമായിട്ടിറങ്ങ. തീപ്പെട്ടി തന്നില്ല. ഓ,
സാർ, ഇതാരെഴുതിയതാ? കണ്ടിട്ട് ചെറിയാച്ചന്റെ എഴുത്താവും. ഒരക്ഷരം വായിക്കാൻ പറ്റുന്നില്ല. ആളിനെ വിളിക്ക. സാർ, ഈ എഫ്ഐആർ നമ്മളാണ് തയ്യാറാക്കിയത്. ഇത് ഏതാ ഭാഷ? ഇത് വെച്ച് ഞാൻ എന്താ നടപടി എടുക്കണം? വല്ലവനും ചോദിച്ച എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഞാനാ. എഴുതിയപ്പോ കൈ വിറച്ചിട്ട്. കൈ വിറക്കുന്നെങ്കിൽ ചാണകക്കട നടക്കാൻ നിൽക്കണം. പോലീസ് പണിക്ക് വരരുത്. തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ പണി വേണ്ടെന്ന് വെച്ചു. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എനിക്കായി വിധിച്ചിട്ടുള്ളത് ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണമല്ലോ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു ക്രൂര വിനോദം? ഒന്നുമില്ല, അവനെ ജനിപ്പിച്ച തന്തയല്ലേ താൻ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വാമി. ഒരുമിച്ചൊരു കുടുംബമായിട്ട് കഴിഞ്ഞെങ്കിലല്ലേ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. തന്റെ അവസ്ഥ കാണുമ്പോഴുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഓട്ടടോ. പലപ്പോഴും നിന്നോട് ഞാൻ പറയണമെന്ന് കരുതിയതാ ആ ചെറിയാച്ചനോടുള്ള സമീപനം. റിയലി ഇറ്റ് ഈസ് ബ്രൂട്ടൽ. അതേടാ, ഇനി അങ്ങോട്ട് ഇതിലും ബ്രൂട്ടലാകാൻ എന്റെ തീരുമാനം. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. ഒടുവിൽ കോടതി അയാളെ വെറുതെ വിട്ടു. ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെടുക്കുകയും ചെയ്തു. നീ നിന്റെ അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? ആസി, നിനക്കും കുറച്ചൊക്കെ അറിയാവുന്നതല്ലേ ആ മനുഷ്യന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അതെ, ഒരു പക്ഷെ ചെറിയാച്ചൻ തെറ്റുകാരനായിരിക്കും. എന്നാലും നിന്റെ അച്ഛനെന്നുള്ള പരിഗണനയും പോട്ടെ. ഒരു വയസ്സനെന്നുള്ള നിലയ്ക്കെങ്കിലും കഴിഞ്ഞതെല്ലാം മറന്ന് അയാളോട് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാനോ? ആസി, സ്വന്തം ഭർത്താവ് അനുജത്തെ മാനഭംഗപ്പെടുത്തി കൊന്നത് ഏത് ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ കഴിയും? കളിക്കൂട്ടുകാരിയെ പോലെ എന്റെ കൈയും പിടിച്ച് ഓടിച്ചാടി നടന്നിരുന്ന ഊമയായ എന്റെ ചെറിയമ്മയെ സ്വന്തം അച്ഛൻ നശിപ്പിച്ചു വന്നത് ഏത് മകന് പൊറുക്കാൻ കഴിയൂടാ? എന്തത്? എന്റെ രാജിക്കത്താണ്. എന്നെ കുറ്റവാളി നെരുത്തല്ല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മാസത്തെ ശമ്പളമെങ്കിലും വാങ്ങണമെന്നുള്ള വാശി ഉണ്ടായിരുന്നു എനിക്ക്. അത് സാധിച്ചു. ഇനി തുടരണമെന്നില്ല. ഇൻസ്പെക്ടറുടെ മുമ്പിലിട്ടിരിക്കുന്ന കസേര പരാതിക്കാർക്ക് ഇരിക്കാനുള്ളതാണല്ലോ. ഇതാ, ഇതൊരു പരാതിയാ. എന്തു പരാതി? എന്റെ ഭാര്യ ഭാനുമതിയെയും മക്കളായ സുരേന്ദ്രനെ റോസി എനിക്ക് വിട്ടുകിട്ടണം. പൊതുവെ ഞാൻ കൈവറയ്ക്കുന്നവനാ. മനസ്സിൽ സങ്കടം കൂടുമ്പോ വിറയല് പിന്നെയും കൂടും. വായിക്കാനാവുമെന്തോ. ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കി തരണം. വരട്ടെ. തല്ലി പൊളിക്കണ്ട. ദാ വന്നു. ഇച്ചിരി കാത്തു നിൽക്കാൻ വയ്യാതെ ആർക്കും എത്ര ധൃതി? എന്താ സാർമാരെ? ആരാടി കാത്ത്? പെണ്ണുപിള്ളിയെ നോക്ക്. ഇറങ്ങി വാടി, നിന്നെ സാറ് വിളിക്കുന്നു. ഈ പാതിരാത്രിക്ക് എന്തിനാ സാർമാരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? നേരം പുലർന്നിട്ട് സ്റ്റേഷനിൽ വന്നാ പോരെ? ഇങ്ങോട്ട് ഇറങ്ങി വാടി ചലക്കാതെ. ചെറിയച്ഛൻ വരാറുണ്ടോ ഇവിടെ? നീയും അയാളുമായിട്ട് എന്താ ബന്ധം? ഇവിടെ ബന്ധമുള്ളവർ മാത്രമല്ല സാറേ, പലരും വരാറുണ്ട്. പോലീസുകാരും വരാറുണ്ട്. പുല്ല് വണ്ടി കേട്ട് നടക്കണി. ചെറിയച്ഛൻ എന്താ പതിവില്ലാതെ? എനിക്കൊരു സഹായം വേണമായിരുന്നു. പറഞ്ഞോളൂ. എന്നെ കൊണ്ടാവുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. മറ്റൊന്നുമല്ല, ദേവുവിനെ ഇന്നലെ സുരേന്ദ്രൻ ലോക്കപ്പ് ചെയ്തിരിക്കുക. അവളെ ജാമ്യത്തിൽ ഇറക്കണം. മകളോടൊന്ന് പറഞ്ഞ. ഈ കാര്യത്തിൽ ചെറിയാച്ചൻ എന്താ ഇത്ര താല്പര്യം? അവൾ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയല്ലേ? അവൾ അങ്ങനെ ആയിരുന്നില്ല. ഒരിക്കൽ എല്ലാം തകർന്ന ദേവുവിനെ ഒരു സഹോദരിയെ പോലെ കരുതി എന്നാലാവുന്ന ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങളുടെ നല്ലൊരു ബന്ധവും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് അവൾ വല്ലപ്പോഴൊക്കെ
പണം തന്ന് സഹായിക്കാറുണ്ട്. സാഹചര്യം വേശിയാക്കിയ ഒരു സ്ത്രീയോട് മനുഷ്യത്വം കാണിക്കുന്ന തെറ്റാണോ? എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എന്റെ മകൻ ആ പാവ സ്ത്രീയെ കഴിവാക്കുകയാണ്. ദേവുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് വേണ്ടി ഇങ്ങനൊരു സഹായം ചെയ്യണം. ഏതോ തേവിടിച്ച് പെണ്ണിന് വേണ്ടി അച്ഛൻ എന്റെ മുമ്പിൽ ഇങ്ങനെ വക്കാലത്തുമായി വന്ന് നിൽക്കുന്നത് കാണുമ്പോ വിഷമമുണ്ടച്ചാ. ഇതിന് മാത്രം എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? ആപൽഘട്ടത്തിൽ ചെറിയാച്ചനെ സഹായിച്ചിട്ടുള്ളതാണ് ദേവു. എന്നാലും ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ സുരേട്ടനും അമ്മായിയും... നീ പഠിച്ച നിയമപുസ്തകത്തിൽ എവിടെയെങ്കിലും വ്യക്തിബന്ധങ്ങൾക്ക് വല്ല സ്ഥാനവും കൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു അഡ്വക്കേറ്റിന്റെ മുന്നിലെ തന്നെ സമീപിക്കുന്ന കക്ഷിയുടെ ന്യായമാണ് വലുത്. മോളി കാര്യത്തിൽ ആരും അറിയാതെ ചെറിയാച്ചനെ സഹായിക്കണം. എതിര് പറയരുത്. അച്ഛൻ മില്ലിലേക്ക് പോകും. ഞങ്ങളെ തോൽപ്പിക്കാമെന്നാണ് ഷാമയുടെ വിചാരം? അങ്ങനെ സുരേട്ടന് തോന്നിയോ? പിന്നല്ലാതെ. ഭാര്യയും മക്കളെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ എനിക്ക് തന്നെ പെറ്റീഷൻ തന്നിരിക്കുക അയാൾ. ആ കാര്യത്തിനൊരു തീരുമാനം കാണാനാവാതെ വിഷമിക്കുമ്പോ ഞാൻ ഇറക്കി തുറപ്പിച്ചിട്ടാ ദേവു. അങ്ങനെയെങ്കിൽ അയാൾ എന്റെ മുമ്പ് കൊണ്ടൊന്ന് നാറ്റിക്കാമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ അയാൾ അടിക്കാൻ ഞാനെടുത്ത വടി നീ വാങ്ങി ഒടിച്ചു കളഞ്ഞു. സുരേട്ടാ, ഞാനൊരു വക്കീലാണ്. ആരെയും തോൽപ്പിക്കണമെന്നോ പക്ഷം ചേരണമെന്നോ കരുതിയല്ല. ഇനി സുരേട്ടൻ എന്നെ വിവാഹം ചെയ്താലും ചിലപ്പോഴെനിക്ക് നിങ്ങൾ ചാർജ് ചെയ്യുന്ന കേസിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കേണ്ടി വന്നേക്കും. 10 ആളുകളുടെ മുൻപിൽ വെച്ച് സുരേട്ടൻ തന്നെ വിസ്തരിക്കേണ്ടി വരും. അതെന്റെ തൊഴിലാണ്. സമ്മതിച്ചു. പക്ഷെ ഈ കേസിൽ എനിക്കുള്ള പ്രത്യേക താല്പര്യം നീ പരിഗണിക്കണമായിരുന്നു. പരസ്പരം ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരു കുടുംബ ജീവിതം. സുരേട്ടൻ നിന്നും അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറിച്ചാണ് സുരേട്ടന്റെ തീരുമാനമെങ്കിൽ വിഷമമുണ്ട്. ശ്യാമ തെറ്റിദ്ധരിക്കരുത്. അമ്മ ഇതറിഞ്ഞാലുള്ള പ്രശ്നങ്ങള് ശ്യാമ ചിന്തിച്ചിട്ടുണ്ടോ? ന്യായമല്ലാത്ത കാര്യത്തിന് എന്റെ അച്ഛൻ ആവശ്യപ്പെട്ട സുരേട്ടൻ അതിന് കൂട്ടു നിൽക്കുവോ? സുരേട്ടാ, തീ അടങ്ങിയിട്ട് വെണ്ണീര് വാരണം. എന്നാ കൈപൊള്ളില്ല. വക്കീലിന്റെ ഒരു ഫിലോസഫി. തിരക്കൊണ്ടുപോണേ, പിന്നെ കാണാം. ഞാനിപ്പോ വന്നത് ഒരു നല്ല കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. വേണ്ടത്ര സംരക്ഷണം കിട്ടാത്തൊരു തറവാട്ടിൽ നിന്ന് ഒരു അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നപ്പോ ഒരു സഹായത്തിനും ബന്ധുവെന്ന് പറയാനും അകന്നതാണെങ്കിലും കുഞ്ഞമ്മാവനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ വന്നത് ഒരു ചടങ്ങിന് വേണ്ടി. ഭാനുമതി എന്താ പറയാൻ വന്നത്? കുഞ്ഞമ്മാവന് മറ്റൊന്നും പ്രശ്നമാവില്ലെങ്കിൽ ശ്യാമയെ സുരേന്ദ്രനെ തന്നൂടെ? എന്താ അമ്മവ ഒന്നും പറയാത്തത്? എന്റെ മകള് വക്കീല, ഭാനുവിന്റെ മകൻ പോലീസ് ഇൻസ്പെക്ടറും. നീയോ ഞാനോ എതിർത്താലും അവരിത് നടത്തും. എങ്കിൽ പിന്നെ നമുക്ക് തന്നെ അങ്ങ് നടത്തി കൊടുക്കാം. നിറമാല ചൂടി തേനലകളിള നെഞ്ചിൽ അതിലേഴു നിലയുടെ പന്തൽ അനുരാഗ കലയുടെ മഞ്ചൽ പീലി വീശിയാടി മയിലുകളുള്ളിൽ
മോനെ, കുറച്ച് ദിവസമായി അമ്മ ഒരു വിവരം അറിഞ്ഞിട്ട്. അപ്പുറത്തെ വീട്ടിലെ വിനയമാഷ മോനെ അറിയില്ലേ? പരിചയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വല്ലപ്പോഴും കാണും. എന്താ? അല്ല, നമ്മുടെ റോസിയും ആ മാഷും തമ്മില്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നമ്മളെ ശ്രദ്ധിച്ചാ നന്ന. നീ ഒരാണാണ്, ഏത് പെണ്ണിനെയും വേണേ കൈപിടിച്ചു കൊണ്ടുവരാം. പക്ഷേ അങ്ങനെയല്ല റോസിയുടെ കാര്യം. നമ്മുടെ കുടുംബ പശ്ചാത്തലം അറിയുന്നവരാരും ഒരു ബന്ധത്തിന് തയ്യാറാവില്ല. ആ സ്ഥിതിക്ക് ഈ വിനയ മാഷ് ആളെങ്ങനെ? കേട്ടിടത്തോളം നല്ലൊരു ചെറുപ്പക്കാരനാ. പക്ഷേ ആ മനുഷ്യനുമായിട്ട് വലിയ അടുപ്പത്തിലാ. അതുകൊണ്ടെന്താ? ആരെതിർത്താലും അവരുടെ വിവാഹം നടത്തി കൊടുക്കുമെന്ന് മാഷക്കും റോസിക്കും അയാൾ വാക്കു കൊടുത്തിട്ടുണ്ടത്രേ. അത് അവര് മാത്രം തീരുമാനിച്ച പോരല്ലോ. ചോദിക്കാനും പറയാനും ആളില്ലാത്തവർക്കല്ലേ ഒരു നടത്തിപ്പുകാരന്റെ ആവശ്യം. മോനെ, അയാള് നമ്മളെ തോൽപ്പിക്കാമെന്ന് ഉദ്ദേശിച്ച ഈ വിവാഹത്തിന് കൂട്ടു നിൽക്കുന്നത്. അതിന് സമ്മതിക്കരുത്. ആ, ഇനി നീ ആലോചിച്ച് വേണ്ടത് ചെയ്യ്. വിനയന് അഭിപ്രായം എന്താണേലും തോന്നു പറയാം. വിരോധമില്ലെങ്കിൽ ആരെയാണ് അറിയിക്കേണ്ടെന്ന് വെച്ചാ അതിനുള്ള ഏർപ്പാട് ചെയ്യും. അതല്ല മറിച്ചാണെങ്കിൽ ഇന്ന് റോസി വെറുതെ വിട്ടേക്കും. കുടുംബത്തിന്റെ പൂർവ്വസ്ഥിതി അന്വേഷിച്ചിട്ടല്ല ഞാൻ റോസി ഇഷ്ടപ്പെട്ടത്. എന്റെ സങ്കല്പത്തിലൊരു പെൺകുട്ടി അത് റോസിയാണ്. റോസി, ഒന്നൊന്ന്. എന്താ വിളിച്ചേ? പിന്നെ ഞാനൊന്ന് നാട്ടിൽ പോവാ, ഒരാഴ്ച കഴിയും വരാൻ. എന്തിനാ മാഷെ ഒരാഴ്ച? അത്രമാത്രം ദൂരെയാണോ? പിന്നെ അങ്ങ് വടക്ക് വടക്ക് ഒത്തിരി ദൂരെയല്ലേ എന്റെ നാട്. ഒരാഴ്ച ഇപ്പൊ കഴിയും കുട്ടി. ഓ, എനിക്ക് കൊതി കൊണ്ടൊന്നുമല്ല, വേഗം വന്നൂടേന്ന് ചോദിച്ചതാ. അതെ അതെ, ഏതായാലും നീ കേറ്, ഞാൻ കോളേജ് കൊണ്ട് വിടാം. കേറ് കൊച്ചേ, എല്ലാരും പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞില്ലേ? അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട, തനിച്ചങ്ങ് പോയാ മതി. എന്റെ കൊച്ചെ, മനുഷ്യന്റെ കാര്യമാ. ഈ ടൂ വീലറുമേ ഞാൻ ദൂരെ എത്ര തനിച്ച് പോണം? ഒരു കാമോൻ എന്ന നിലയ്ക്ക് എന്റെ ഒടുക്കത്തെ ആഗ്രഹമല്ലേ. ദൂരെ യാത്രയ്ക്ക് പോകുന്നതാ, കരിനാക്ക് എഴുന്നള്ളിക്കണ്ട. ഓ, സമ്മതിച്ചു, ഞാൻ മിണ്ടുന്നില്ല. മോള് കേറ്. ആരെ? കേശവൻ നായരോ? വന്നാട്ടെ, ഇരിക്കൂ. വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് തന്നെയാ ഞാൻ വന്നത്. പിന്നെ സുരേന്ദ്രന്റെ അടുത്തൊരു സുഹൃത്തെന്ന നിലയ്ക്ക് വക്കീലിനോട് തന്നെ പറയുന്നതാ നല്ലതെന്ന് തോന്നി. എന്തൊക്കെയാണെങ്കിലും ചെറിയാച്ചൻ അവരുടെ അച്ഛൻ തന്നെയാണല്ലോ. ആ നിലയ്ക്ക് വിവാഹ നിശ്ചയത്തിലും മറ്റും അയാളെ മാറ്റി നിർത്തുന്നത് ശാപമാവില്ലേ വക്കീലെ? എന്തു ചെയ്യാം, ആ തള്ളയും മോനും രണ്ടും കൽപ്പിച്ച. അതെ, സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു നോക്കാറുണ്ട്. സുരേന്ദ്രനോട് വക്കീലിനൊന്ന് പറഞ്ഞുകൂടെ? ആ ചെറിയാച്ചൻ ചടങ്ങിന് ഉമ്മർത്ത് വന്നു വെക്കോട്ടെ, 4 ആളെ കൊണ്ട് പറയിക്കണ്ടല്ലോ. കേശവൻ നായര് മറ്റൊന്നും കരുതരുത്. കാര്യം അവൻ എന്റെ സുഹൃത്തൊക്കെ തന്നെയാ. പക്ഷേ അവൻ ഒരുമാതിരി ആ തള്ളയുടെ മോനാ. എന്തെങ്കിലും പറഞ്ഞാൽ മുഖവിലേക്ക് എടുക്കാത്തവരോട് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എങ്കിൽ സാരമില്ല, ഞാൻ ഇറങ്ങുന്നു. ഈ ഒരു കാര്യം കൊണ്ടെങ്കിലും നന്നായി കിട്ടിയാലോ എന്ന് കരുതി. വിഷമമുണ്ട്. വരട്ടെ. ആ ചെറിയച്ചോ, ആ ലീവാണോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിലെ 16 അടിയന്തരം, മരണം, കല്യാണം, പേറ്, കുളി, കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുക, മാർക്കറ്റിൽ പോവുക, മീൻ വാങ്ങിക്കുക, അവന്റെ അമ്മയുടെ അടുക്കളയിൽ വെച്ചിട്ട് അത് മുറിച്ചു കൊടുക്കുക, ഇതെല്ലാം പോലീസുകാരുടെ ഡ്യൂട്ടി പെട്ടതാണെന്നുള്ള വെപ്പ്. കുഞ്ഞാണല്ലേ, അതുകൊണ്ട് മാത്രം കാര്യമായില്ല.
എടോ, ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക. തന്റെ അല്ലാത്ത ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് മുഖത്ത് നോക്കി തറപ്പിച്ച് പറയുക. പക്ഷെ അതിന് നട്ടല് വേണം, അല്ലാത്തവൻ അനുഭവിച്ചോ. പോട്ടാച്ചായോ, നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്തു എന്ന് വെച്ച് നമുക്ക് പുറത്തിയ നഷ്ടം എന്ന് പറയാനില്ലല്ലോ. അത് ചെയ്തു കൊടുത്തു. അച്ചോട്ടോ, ഒരു 100 കുഞ്ഞിരാനോട്. വേണ്ട വേണ്ട. അപ്പേ ഞാൻ വന്നതേ നമുക്ക് പുറത്തേക്ക് പോവാം. ഒരു കാര്യം പറയാനുണ്ട്. ഇയാളിരിക്കുന്നേ. അല്ലെ, എഴുന്നേക്ക് വരി. ഇയാളൊരു വെഞ്ചു കൊണ്ടിട്ട് നോക്കി നടക്കണ്ടേ? വഴിയില് ചെറിയച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. എന്താ കുഞ്ഞിരാ? ഇന്ന് കല്യാണ നിശ്ചയമോ? റോസി മോളുടെ. എന്റെ റോസി മോളുടെ. മോൾ അതവിടെ വെച്ച് റോസിയോടൊന്ന് ഒരുങ്ങാൻ പറ. നല്ലൊരു ദിവസമായിട്ട് അവളെന്തിനാ മൂടിക്കെട്ടിയിരിക്കുന്നത്? ശരിയാ. തുലാമ്പത്ത് കഴിഞ്ഞ പ്ലാപ്പത്തിലും കിടക്കാന്ന പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിലൊക്കെ പതിര് വീണില്ലേ കാരണവരെ? കന്നിലേ തുടങ്ങിയതാ വെയില്. എന്ത് നാശത്തിനാണാവോ? കല്യാണം കഴിഞ്ഞ പിന്നെ ഇതൊക്കെ മാഷ് ചെയ്തോളും കേട്ടോ. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ ഇഷ്ടപ്പെട്ട പുരുഷനുമായി കല്യാണം നിശ്ചയിക്കുന്ന ദിവസമായിട്ട് മുഖം വീർപ്പിച്ചിരിക്കാ. സന്തോഷിക്കല്ലേ വേണ്ടത്? എന്റെ അച്ഛൻ അന്യനെ പോലെ അച്ഛനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ശ്യാമേച്ചി? റോസി, നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. സുരേട്ടനും അമ്മയ്ക്കും ഇപ്പോൾ എതിർപ്പുണ്ടെങ്കിലും നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിനക്കും വിനയനും അച്ഛനെ പോയി കാണാലോ, ആരെയും പേടിക്കാതെ. നല്ല കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മളെല്ലാം ഒന്നിച്ച് കാണും. കുട്ടികളെല്ലാം ഗൾഫിലല്ലേ? ചുരുക്കി പറഞ്ഞ നമ്മളെല്ലാം ഒരുപോലെ. വാ, നീ ഇങ്ങോട്ട് വരാൻ. മൂപ്പര് മനസ്സിലായില്ല. മൂപ്പര് പിന്നെ അതെ, ഞങ്ങൾ രണ്ടുപേരും സാറിന്റെ കീഴിലുള്ള പോലീസുകാരാ. മൂപ്പര് റിട്ടയർഡായി, ഞാനിപ്പോഴും സർവീസിലുണ്ട്. നിന്റെ അമ്മയുടെയും ഭാഷ ആ റോസിയുടെ ജീവിതം കൊണ്ട് തീർക്കരുത്. അയാൾ ഇതിനകത്ത് വരാൻ പാടില്ല. ശരിയാച്ചും ചുമ്മാ വന്നിരുന്നിട്ട് പൊയ്ക്കോട്ടെ. നീ അമ്മയെ പുറത്തേക്ക് വിടരുത്. നീയും അങ്ങോട്ട് വരണ്ട. ഇത് ഞാനും കേശവനാരോട് ഡീൽ ചെയ്തോളാം. നീ അകത്ത് പോ. എന്നാ പിന്നെ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താ, പെണ്ണും ചെറുക്കനും നേരത്തെ കണ്ട് തീരുമാനിച്ച സ്ഥിതിക്ക് കാര്യങ്ങളൊന്നും അധികം പറയാനില്ലല്ലോ. പിന്നെ ഒരു ചടങ്ങിന് നമ്മൾ ഒന്ന് കണ്ടുപോവുക, അത്ര തന്നെ. പെണ്ണിന് അച്ഛനില്ലാത്ത സ്ഥിതിക്ക് കേശവനാരുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അച്ഛാ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് കാപ്പ് കുടിച്ചിട്ട് സംസാരിക്കാം. വന്നേ. ഒക്കെ നല്ലതിനാന്ന് കരുതുക. കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, നിറഞ്ഞു ഒരുപാട്.
ലോകം അധികമൊന്നും കണ്ടിട്ടില്ലാത്തവരാ എന്റെ അമ്മാവന്മാര്. റോസി ഒരു അന്യമതക്കാരിൽ ജനിച്ചാണെന്ന് അറിഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടാ സുരേന്ദ്രന്റെ അമ്മയുടെ കളിക്ക് ഞാനും കൂട്ടുന്നത്. ഞങ്ങളെ ശപിക്കരുത്. മോനെ, എന്നെ അനുഗ്രഹിക്കണം. മോനെ, ഒരു കൊലക്കുറ്റം പേര് ഇറക്കുന്നവനാ ഞാൻ. അതറിഞ്ഞുകൊണ്ട് എന്റെ മോളെ സ്വീകരിക്കാൻ വന്ന് നിന്നെ ശപിക്കാനോ? അമ്മാവൻ ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? മോനങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ എന്നെ ഭാനു വിശ്വസിക്കുന്നു, എന്റെ മോനും. അമ്മാവൻ നിരപരാധിയാണെന്ന് കോടതി തെളിഞ്ഞല്ലേ? അമ്മുക്കുട്ടിയെ കൊന്നതാരാണെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ. ഈ അമ്മുക്കുട്ടി ചെറിയമ്മ നിങ്ങളുടെ കൂടെ ആയിരുന്നോ താമസം? അതെ, ഭാനു എന്റെ കൂടെ പോന്നപ്പോ അമ്മുക്കുട്ടിയെ കൂടെ കൊണ്ടുവരേണ്ടി വന്നു. അതെന്താ? അത് കേസും വഴക്കുമായിട്ട് തകർന്ന ഒരു തറവാട്ടില് സമൻസ് നടത്താൻ പലതവണ പോയ കൂട്ടത്തില് ഭാനുമതിയെ പരിചയപ്പെട്ടു. വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ ആരുമില്ലാതെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവന്റെ കൂടെ വേണ്ടത്ര ഭക്ഷണമോ സംരക്ഷണമോ ഇല്ലാതെ കഴിയായിരുന്നു കെട്ടുപ്രായം കഴിഞ്ഞ ഭാനുമതിയും 8 വയസ്സുകാരി അമ്മുക്കുട്ടിയും. ആ പരിചയം അകലാനാവാത്ത ബന്ധമായി മാറി. അപ്പൊ ഞാൻ ചോദിച്ചു കൂടെ പോരുന്നോന്ന്. ഭാനുമതി തയ്യാറായി. പക്ഷെ ഊമയായ കൊച്ചനിയത്തിയെ ആ ചുറ്റുപാടിൽ ഉപേക്ഷിച്ചിട്ട് പോരാൻ അവിടെ മനസ്സനുവദിച്ചില്ല. കൂടപ്പിറപ്പുകളില്ലായിരുന്ന ഞാൻ ഒരു സഹോദരിയെ പോലെ കരുതി അമ്മുക്കുട്ടിയുടെ സംരക്ഷണം കൂടെ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെങ്ങനെ ചെറിയമ്മ കൊല്ലപ്പെട്ടത്? ഭാനു സുരേന്ദ്രനെ പ്രസവിച്ചോടെ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറായി. പിന്നെ പല നാട്ടില് 10-11 കൊല്ലം. ഞാനും ഭാനു, ഞങ്ങളുടെ മോനും അമ്മുക്കുട്ടിയും. സന്തോഷകരമായിരുന്നു ആ കാലം. ഭാനുമതി വീണ്ടും ഗർഭിണിയായി. താക്കോലിങ്ങ. ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹം സാധിച്ചു. ചെറുക്കര അമ്പലത്തിലെ ഉത്സവം. അമ്മയുള്ള കാലത്ത് കൂടെ പോയി കണ്ട നേരെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതെ അതെ അതെ, ഉത്സവങ്ങളും നേർച്ചകളും ധാരാളം വരാനുണ്ട് ഇനിയും. ഓരോ മാഞ്ഞാളും വന്നു പോകുമ്പോ എന്റെ പോക്കറ്റാ കാലിയാകുന്നതേ. എന്ത് വെച്ചായ ഇത്? ഞങ്ങൾക്ക് ഇച്ചായനല്ലാതെ മറ്റാരാ ഉള്ളത്? ഞാൻ വെറുതെ തമാശ പറഞ്ഞില്ല, നീ ഉടനെ അതങ്ങ് കാര്യമാക്കിയോ? വിശന്നിട്ടേ ആമാശം കരിഞ്ഞ് മണം വരുന്നു. വേഗം പോയി ചോറ് വിളമ്പിക്കേ. ഇച്ചായന്റെ ഒരു കാര്യം. വേഗം കൈകാലോ കഴിക്കേ. ഓ വേണം കഴിക്ക്. എനിക്കിതിന്റെ മണം സഹിച്ചൂടാ. ദൈവത്തെ ഓർത്ത് ഇതൊന്ന് നിർത്തിക്കൂടെ ചായ? നല്ല കാര്യായി. ഇതെന്റെ കൂടപ്പുറപ്പാ ഭാനു. എന്നെ മാമോസ മുക്കിയപ്പോഴേ ഈ നാക്കെ പുണ്യലത്തിന് പകരം വീഞ്ഞായിരിക്കും ഇറ്റിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ ചായ കേക്കില്ലല്ലേ? നിർത്തി. എന്റെ അപ്പൻ വാറ്റുകാരൻ താഴെപ്പറമ്പിൽ കറിയാണ് സത്യം. ദേ ഇതോടെ നിർത്തി. ദേ കേട്ടോ ഭാനു, നിന്റെ അനിയത്തിക്ക് ആ വളയങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. അടിച്ച് നിന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ട് അമിണ്ടാ പ്രാണി ഉപദ്രവിക്കരുതെന്ന്. ഭാനുവേ, ഞാനിന്ന് വൈകിയേ വരും. ടൗണിൽ ഇത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ട്. ക്രിസ്മസ് വരില്ലേ? ഓണത്തിന് എല്ലാവർക്കും എടുത്തല്ലേ ചായ? ഇനിയിപ്പോ വേണോ ചായ? പതിവൊന്നും മുടക്കണ്ട. നീ അന്നേ അമ്മുന് എത്ര എടുത്ത പാവാടയ്ക്ക് തുണി? 3 മീറ്റർ. അമ്മുക്കുട്ടിക്കൊന്നും ഇപ്പൊ വേണ്ട. അവക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്?
ഇത്? ഭാനു, ഞങ്ങളെ തമ്പുരാൻ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? എന്റെ ഈ ശരീരം നിങ്ങൾക്ക് അപ്പവും എന്റെ രക്തം നിങ്ങൾക്ക് വീഞ്ഞുമാവുന്നു എന്നാ. അപ്പൊ ഒരു നസ്രാണിയായ ഞാൻ ക്രിസ്മസിന് 2 കവള് റമ്മെങ്കിലും കഴിച്ചില്ലെങ്കിൽ എന്ത് ക്രിസ്മസാ? താങ്ക്സ്. കഴിച്ചോ. ഇച്ചേൻ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? ഇന്നലെ നിങ്ങളുടെ തമ്പുരാൻ കർത്താവിന് വേണ്ടി, ഇന്നോ? അതെ, നമ്മുടെ ആനന്ദപത്മനാഭന്റെ ട്രാൻസ്ഫർ ഒരു ചെറിയ പാർട്ടി. നീ വിഷമിക്കണ്ട, ഞാൻ ഇത്തിരിയെ കഴിച്ചിട്ടുള്ളൂ. നേരാ, എന്റെ പുന്നാര പങ്കിളിയല്ലേ നീ. അല്ല, നാളെ നിനക്ക് ചെക്കപ്പിന് പോണ്ടേ? ഓ, പിണങ്ങിയോ? ഇതോടെ നിർത്തി. വെറുതെ ഇരിച്ചായ. എത്ര നാളാ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? സത്യം, എന്റെ അപ്പൻ വാറ്റുകാരൻ താഴെ പറമ്പി കറിയാണ്. ഇനി സത്യം ചെയ്യ. തെറ്റിച്ച ഞാനോ കുഞ്ഞോ രണ്ടാലൊന്ന്. സത്യം, ഇനി ഞാൻ കള്ളു കുടിച്ച് നിന്റെ മുമ്പിൽ വരില്ല. എന്റെ മുമ്പിൽ വരില്ലെന്ന്. എന്നാലും നിർത്തിക്കൂടല്ലേ? ഞാൻ തോറ്റു. ആ, അതൊക്കെ പോട്ടെ. ഞാനേ ഒരു നല്ല സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ നാട്ടിൽ നമുക്കൊരു വീട് വെക്കണ്ടേ? നമുക്കതിന് സാധിക്കൂ ചായ? ഒക്കെ സാധിക്കും. എന്റെ റോസിമോള് ഐശ്വര്യമുള്ളോളാ. എന്ത് മോള്? റോസിമോള്. അപ്പോഴേക്ക് ചായ പേരിട്ടു. പെൺകുട്ടിയാണെന്ന് എന്താ ഉറപ്പ്? നീ നോക്കിയോ, ഇത് പെണ്ണ് തന്നെ. പേര് റോസിമോള്. വീടിന്റെ പേര് റോസ് കോട്ടേജ് അഥവാ റോസി വില്ല. നിന്റെ ഇഷ്ടം പോലെ. ഈ ഇച്ചായന്റെ ഓരോരോ കാര്യങ്ങള്. ആ, നാളെ ചെക്കപ്പ്. ഇച്ചാന് ലീവ് കിട്ടോ? പ്രയാസ. നിനക്ക് മോനെ കൂട്ടി പോലോ, അവന് നാളെ സ്കൂളില്ല. പോവാം. അമ്മൂനെ ഇവിടെ തനിച്ചാക്കി. ഓ, അനി ഞാൻ അടുത്ത സ്റ്റേഷനിലുണ്ടല്ലോ. ആ, നോക്കട്ടെ. ഇച്ചായനൊന്ന് ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞോ? ഒന്നും പറയണ്ട, വയറിന് നല്ല സുഖം തോന്നില്ല. അപ്പൊ ഒന്ന് ബാത്റൂമിൽ പോകാൻ തിരിച്ചു വന്നാ. അതിനവിടെ സൗകര്യല്ലേ? ഛേ, വൃത്തികേട്. അതിനകത്ത് മനുഷ്യൻ കയറൂ. നിന്റെ ചെക്കപ്പെല്ലാം കഴിഞ്ഞോ? ഓ, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഉം. ഞാൻ പോട്ടെ. അമ്മേ അമ്മുക്കുട്ടി ചെറിയമ്മ അവിടെ. എന്താ അവൾക്ക്? താഴത്തെ വീട് നടക്കണു. അയ്യോ, ഇതാ വരുന്നു. അപ്പോ ആരായിരിക്കാം ചെറിയമ്മയെ കൊന്നത്? അറിയില്ല. എന്റെ ഭാര്യയും മകനും പറയുന്നത് ഞാനാണെന്നാ. അവരെനിക്കെതിരെ കോടതി സാക്ഷി പറഞ്ഞു. അതുകൊണ്ടാ കീഴ്ക്കോടതി ശിക്ഷിച്ചത്. എന്റെ റോസിമോളെ കോരിയെടുത്ത് ഉമ്മ വെക്കാനോ താലോലിക്കാനോ എന്തിനു നേരെ ചുവന്ന് കാണാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അമ്മാവൻ വിഷമിക്കാതെ. ഞാൻ റോസിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ. ഞാൻ അവളെ അമ്മാവന്റെ മുമ്പിൽ കൊണ്ടുതരാം. ആരുടെ എതിർപ്പില്ലാതെ അമ്മാവൻ കൊതി തീരും വരെ താലോലിച്ചു പോരെ? ആ മനുഷ്യന്റെ സ്ഥാനത്ത് മറ്റൊരച്ഛനായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ നേരിട്ട് തന്നെ കണ്ടതല്ലേ അയാളുടെ പെർഫോമൻസ്? എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഏതൊരു അവകാശത്തിന്റെ പേരിലാണോ അയാൾ ഈ ശല്യം ചെയ്യുന്നത്, അത് നിയമപരമായി നിഷേധിക്കുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. മനസ്സിലായില്ല. മറ്റൊന്നുമല്ല, അയാളിൽ നിന്നും അമ്മയുടെ ഡൈവേഴ്സ് നീ ഫയൽ ചെയ്യണം. നീ എന്തായി പറയുന്നത്? ചെറിയാച്ചനെ കുറിച്ച് നിനക്കുള്ള അത്ര എന്നെ ഓർമ്മയും പരിചയവും ഒക്കെ എനിക്കുണ്ട്. അയാളെ പോലൊരു വ്യക്തി ഒരു മർഡർ ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല. കോടതി വരെ അയാളെ വെറുതെ വിട്ട സ്ഥിതിക്ക്
ഇനിയും അയാളെ സ്വീകരിക്കാതെ ശിക്ഷിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ കുറ്റവാളികൾ. നിന്റെ ഈ വാചക കസരത്തൊക്കെ കോടതിയിൽ മതി. എനിക്കിപ്പോ അറിയാനുള്ളത്, നിനക്ക് ഈ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഐ എം സോറി, ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിൽ എനിക്ക് വേറെ വക്കീലന്മാരെ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ ഇത്തരമൊരു കാര്യം കൂട്ടുകാരനായ നിന്നോട് പറയുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ക്ഷമിക്കേ പറ്റേ. ഇത്ര പെട്ടെന്ന് ഇത് വേണോ അമ്മായി? അയാൾ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണല്ലോ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു വിവാഹമോചനത്തോടെ ആ ശല്യം തീരുമെങ്കിൽ തീരട്ടെ. അപ്പോ മക്കളോ? അച്ഛനെ മക്കൾക്ക് വേണ്ടെങ്കിൽ അതും കഴിഞ്ഞില്ലേ ശ്യാമേ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ ആലോചിക്കാനാ ശ്യാമേ? മോളെ, ചീഞ്ഞടം മുറിച്ചു കളഞ്ഞ ബാക്കിയുള്ളോടും ചെയ്യാതിരിക്കുമല്ലോ, അത്രേ അമ്മായി പറഞ്ഞുള്ളൂ. അത് ഞാൻ ഫാസ്റ്റ് സാറിനോടൊന്ന് ആലോചിച്ചിട്ട്. നിനക്കിപ്പോ ഇത് ചെയ്യാൻ കഴിയുമോ? മുമ്പ് ദേവുവിന്റെ കേസ് ഞാൻ നിന്നോട് സംസാരിച്ചപ്പോ നീ പറഞ്ഞു ഓർമ്മയില്ലേ, വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനം കൽപ്പിക്കാൻ നിയമപുസ്തകം നിന്നെ പഠിപ്പിച്ചിട്ടില്ലാന്ന്. ആ വാക്കുകൾക്ക് എന്തെങ്കിലും വില ഉണ്ടെങ്കിൽ ശ്യാമ ഈ കേസ് ഏറ്റെടുക്കണം. ഒരുപക്ഷെ നിന്റെ അച്ഛൻ തന്നെ എതിർത്തേക്കാം. എന്നാലും ചെറിയാച്ചനെ കണ്ടോണ്ട് ഇറങ്ങിയതാ. വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ശ്യാമം അടിക്കുക. പക്ഷെ എന്നാലും ആ കുട്ടി ആദ്യമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു കേസ് എന്തോ ഒരു കുരുത്തക്കേടിനാണെന്നൊരു തോന്നൽ. സാരമില്ല, പേടിയാ ശീലം. ചെറിയാച്ചന് വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വക്കാലത്തെടുക്കട്ടെ. എന്തോ എന്റെ മനസ്സങ്ങനെ പ്രേരിപ്പിക്കുന്നു. വേണ്ട. ദയ തോന്നി കോടതി എനിക്ക് വക്കീലിനെ വെച്ച് തരാൻ തയ്യാറായിട്ടും ഇത്രയും കാലം കേസ് പറഞ്ഞ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത് ഞാൻ ഒറ്റയ്ക്കാം. ഇതിപ്പോ ഒരു ഡൈവോഴ്സ്. പിരിയാൻ ഭാനു ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോ അതെ എന്നൊരു മറുപടി മതി. അതിനെന്തിനാ ഒരു വക്കീല്? പിന്നെ നിയമത്തിന്റെ ഊരാക്കുടുക്കുകൾ നുള്ളി കെട്ടഴിച്ച് കേസ് ജയിച്ചാൽ തന്നെ എന്റെ ഭാനുവിന്റെ മനസ്സ് ഞാനില്ലെങ്കിൽ പിന്നെ ഭാനുമതി അമ്മയുടെ മനസ്സ് അത് മനസ്സിലാക്കാം. പഠിപ്പും പദവിയുള്ള സുരേന്ദ്രൻ ആ അമ്മയുടെ കയ്യിലെ കളിപ്പാവയാവുന്ന കാണുമ്പോ റിയലി ഇറ്റ് ഈസ് ബിലോ ആവറേജ്. അങ്ങനെ പറയരുത്. ചെറുപ്പത്തിലെ അച്ഛനെ കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണ എന്റെ മോനെ അമ്മയോട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഞാൻ സത്യം തെളിയിക്കാൻ ശ്രമിച്ചപ്പോഴും എന്റെ കുടുംബം മറന്നു. അതും തെറ്റല്ലേ വക്കീലെ? എന്റെ മകന്റെ എല്ലാ പരിമിതികളും മനസ്സിലാക്കിയ ഏക സുഹൃത്താണ് ഭാസി വക്കീല്. നിങ്ങൾ അവനെ കൈവിടരുത്, എതിർക്കരുത്. നിന്റെ മുതലാളി എന്തിനാ അവിടെ മരം വളക്കുന്നു? അവിടെയുണ്ട്. കേശവൻ നായരെ, നിങ്ങളുടെ മരുമകൻ നല്ലതിനുള്ള കളിയല്ല. ഇന്നലെ എന്നെ 2 ചെറുക്കന്മാരെ പിടിച്ചോണ്ട് പോയിട്ട് ജാമ്യം പോലും തന്നിട്ടില്ല. സംസാരിക്കാൻ ചെന്ന MLA വരെ നാണം കെടുത്തിയാ വിട്ടത്. ജാമ്യം തരേണ്ടത് കോടതിയല്ലേ? എന്തിനാ എന്നോട് പറയുന്നത്? നിങ്ങളോട് തന്നെയാ പറയേണ്ടത്. അവന്റെ ഇപ്പോഴത്തെ കളി നിങ്ങളുടെ മകളെ വിധവയാക്കും. ഇതിനു മുമ്പും കാളിയൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ഇൻസ്പെക്ടർമാരും ഉണ്ടായിരുന്നു. പിന്നെ സുരേന്ദ്രന്റെ വകയിൽ നിന്നാ പുതിയ പരിഷ്കാരങ്ങള്. ഇതിലും വലിയ പുലിക്കുട്ടികളെ കണ്ടിട്ടുള്ളവരാ ഞങ്ങള്. കേശവൻ നായർ ഒന്നോർത്തോ, ഇതെന്റെ ഒറ്റപ്പെട്ട ശബ്ദമല്ല. ഉത്തരവാദപ്പെട്ടവർ തന്നെ എന്റെയും പുറകില്. കാണാം, കാളിയൻ കളി തുടങ്ങാൻ പോവാ. ഒരുങ്ങിയിരുന്നോളാൻ പറ. എന്ന് തുടങ്ങ. നോട്ടീസ് കിട്ടി. പിരിയുന്നതിന് മുമ്പ് ഭാനുവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വേണ്ട.
പോട്ടെ, സാരമില്ല. വിധി നിന്റെ അമ്മയ്ക്ക് അനുകൂലമാകണമല്ലോ. നാളെ ഞാൻ കോടതിയിൽ ഹാജരായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. പക്ഷെ നീയും റോസി എന്റെ മക്കളല്ലെന്ന് ഏത് കോടതിയിൽ എന്ത് നിയമം കൊണ്ട് വിധി നേടാൻ കഴിയും? എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് പറഞ്ഞെന്ന് എന്റെ ഭാനുവിനെ ഒന്ന് അറിയിച്ചേക്ക്. പോട്ടെ. സുരേട്ട, ആരാണ് വന്നിട്ട് പോയത്? അച്ഛൻ. കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാരോ ഒരു തോളിൽ നീ എന്ന പുണ്യം താനെ തല ചായ്ക്കും സൗഭാഗ്യം തേടുന്നെൻ മൗനം എല്ലാം വിട ചൊല്ലി അകലുന്നൊരേകാകി ഗമനം കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാരോ നെഞ്ചിൻ ഉള്ളിൽ ഏതോ ഇരുൾ മാളങ്ങൾ കണ്ണിൽ നീളും സ്വന്തം നിഴൽ നാളങ്ങൾ നെഞ്ചിൻ ഉള്ളിൽ ഏതോ ഇരുൾ മാളങ്ങൾ കണ്ണിൽ നീളും സ്വന്തം നിഴൽ നാളങ്ങൾ കൊതിയോടെ നീ പോയ വഴി മാറിയോ ഈ മാറിനിയും പൂവിനിടമോ കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാരോ തീരാമോഹം ഒന്നായൊരു കൂരയിൽ ചേരാനോരോ നാളും കഴിയുമ്പോഴും തീരാമോഹം ഒന്നായൊരു കൂരയിൽ ചേരാനോരോ നാളും കഴിയുമ്പോഴും ഇനി വീണ്ടും ഒരു ജന്മം അതിനേകുമോ കാതങ്ങളിനിയും യാത്ര തുടരാം കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാരോ
എന്റെ കർത്താവേ, നിന്റെ കുരിശുമരണത്തിന്റെ വേദന ഞാൻ എന്റെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞു. ലോകത്തിന്റെ സകല പാവവും ഏറ്റ് ക്രൂശിതനായ അങ്ങേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ആരോ ചെയ്ത പാപത്തിന്റെ ഫലവും പേറി നടക്കുന്ന എനിക്കൊരു മോചനമില്ലേ? എനിക്കിനി വയ്യ, ഞാൻ തളർന്നു പോകുന്നു. എന്താ ഇത്? നിയമത്തിന്റെ കണ്ണിലെങ്കിലും ഇപ്പൊ ഭാനു എന്റെ ഭാര്യയാണ്. ആ ഒരു നൂലും നാളെ അറുത്തു മാറ്റും. പിന്നെ ഞാൻ നിയമം കൊണ്ട് അറുത്തു മാറ്റിയാലും നിന്റെ മനസ്സിൽ നിന്ന് അവളെ പിഴുതെറിയാനാവുമെന്ന് മനസാക്ഷി മുൻനിർത്തി ഒന്ന് പറയാമോ? മനസാക്ഷി, മനസാക്ഷി, അങ്ങനെ ഒരു വസ്തു ഉണ്ടായിരുന്ന ഞാൻ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ കുറ്റം ചെയ്തവൻ ഇവിടെ ഉണ്ടല്ലോ. ഇതിന്റെ ഫലം അനുഭവിക്കാതെ അവൻ മരിക്കില്ലെന്ന് മനസാക്ഷിയെ മുൻനിർത്തി കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു. മരണവെപ്രാളത്തിനിടയ്ക്കും ദൈവത്തെ വിളിക്കാൻ അവന് നാവ് പോകില്ല. ചെറിയാച്ച മാപ്പെന്ന് പറയാതെ അവന്റെ ശ്വാസം പോകില്ല. നോക്കൂ, എന്റെ കർത്താവ്. ചെറിയാച്ച, ചെറിയാച്ച, ചെറിയാച്ചോ, എല്ലാം തുറന്ന് മലത്തിൽ ഇട്ടേച്ച് പോയിരിക്കുക. ഇനിയും ഞാനിത് പറയാതിരുന്നാൽ ഹൃദയം പൊട്ടി മരിച്ചു പോകും. കേശവനാരെ, സത്യം എന്നായാലും ഒരിക്കൽ അത് പുറത്തു വരും. പക്ഷേ നിങ്ങളത് ഇപ്പോഴെങ്കിലും പറഞ്ഞ നന്നായി. വക്കീൽ എന്നെ സഹായിക്കണം. അവരുടെ ഒന്ന് മുഖത്ത് നോക്കാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണ്. കേശവനാരെ സമാധാനമായിട്ടിരിക്കും. ഒരു വിധിയുമില്ലാതെ സംശയത്തിന്റെ കണ്ടംപ്റ്റ് സെല്ലിൽ കിടന്ന് നരകിച്ചിരുന്ന ചെറിയാച്ചന് ഇപ്പോഴെങ്കിലും ഒരു മോചനം കൊടുത്തു എന്ന് സമാധാനിക്കുക. കേശവനാര് വണ്ടിക്കാർ.
കേശവൻ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ജാമ്യത്തിന് ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നത്. ചെറിയാച്ചനെന്ന് കോടതിയിൽ വരേണ്ടതാണല്ലോ. ഒരുപക്ഷെ വന്നില്ലെങ്കിലോ? എക്സ്പേർട്ട് വിധി ഉണ്ടാവില്ലേ? ഏയ് അത് സാരമില്ല. ശ്യാമ വിചാരിച്ചാൽ ഹർജി രാജിയാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആദ്യം അമ്മാവനെ പോയി കാണാം. ആ ഞാൻ ചെല്ലട്ടെ. നിങ്ങൾ ശ്യാമയും കൂട്ടി 11 മണിക്ക് മുമ്പ് കോടതിയിലെത്തണം. ശരി. അച്ഛാ എന്നെ കാല് കൊടുത്ത ഇതാ ഇനി മതി ചെറിയാച്ച. ഇത് ഇതാ വെച്ചോ. വെച്ചോ. ഇതന്നെ ഇത് പോയിട്ട് കഴിക്കാം. ഷാപ്പിൽ പോയി നോക്കാം. വിഷാർത്തയിലും തന്മതി തേടാൻ കൊതിമൂത്ത് കൊതിയൊക്കെ വിധി വന്ന് തട്ടിത്തെറിപ്പിക്കും. അപ്പൂപ്പത്താരി ഇതേ വരുന്നു. അച്ചോട്ടോ, ചെറിയ വന്നിരുന്നു. കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയി. കോടതിയിലേക്കെന്നാ പറഞ്ഞത്. ആ പോ. എന്തെങ്കിലും പറ്റിയോ സാറന്മാരെ? ഞങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ. കുഴപ്പമില്ല, എന്റെ ചെറുക്കന്മാരെ അങ്ങ് വിട്ടേരെ. സംസാരിച്ചിരിക്കുന്ന സമയമില്ല, നീ വാ. സമയം എന്താ? 10:15 സാർ. 11 മണിക്ക് മുമ്പ് കോടതിയിലെത്തണം. എത്തില്ലേ?
കോടതി എത്തി. എന്താ മോനെ? എവിടെയും കണ്ടില്ല. ദേ, അച്ഛൻ. അച്ഛാ. വിജയ, നമുക്ക് വീട്ടിലേക്ക് പോവാ അച്ഛാ. പോവാം. എന്റെ ബാലു, എന്റെ മോൻ, എന്റെ മോളെ, മതി, തൃപ്തിയായി. വിജയ, 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 വാ നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ. ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. എന്നെ പിരിയാൻ സമ്മതം കോടതി ചോദിക്കുമ്പോ അതേന്ന് പറയണ്ടേ? അത് പറയാ പിന്നെ ജീവിതമില്ല. അതുകൊണ്ട് അച്ഛൻ നേരത്തെ പുറപ്പെട്ടു. വിജയ, എന്റെ ഇച്ഛനെങ്ങും പോണ്ട. പോവാൻ ഞാൻ സമ്മതിക്കില്ല. താമസിച്ചു പോയി. ആരില്ല എന്നെ കാണാറിയുമ്പോ എന്റെ മനസ്സ് ഞാൻ ഉണ്ടല്ലോ. അത് മോനോട് ഒരു വിരോധമില്ല. വിജയ,